എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് 7-8 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വരുന്ന എക്സാം നമ്മൾ മൺഡേ എക്സാം ആണ് നമുക്ക്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. സോ 7ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഫോർജിങ് എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂളാണ്. വളരെ ചെറിയ മൊഡ്യൂളാണ്. 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള വളരെ ചെറിയൊരു മൊഡ്യൂളാണ് ഫോർജിങ് എന്ന് പറയുന്നത്. സോ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ ഫോർജിങ് പ്രോസസ് വെയർ എ ലാർജ് വർക്ക് പീസ് ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ കംപ്രസിംഗ് ഇറ്റ് ബൈ സെക്ഷൻ. എ ഫോർജിങ് പ്രോസസ് വെയർ ലാർജ് വർക്ക് പീസ് ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്, അല്ലെ? ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ സൈസ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുന്നുണ്ടാകും ബൈ കംപ്രസിംഗ് ഇറ്റ്. എങ്ങനെയാണ്? സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രോയിങ് ഔട്ട് ആണ്, ഓപ്ഷൻ ബി കോഗിങ്, ഓപ്ഷൻ സി ജമ്പിങ്, ഓപ്ഷൻ ഡി സ്ക്യൂ ഫോർജിങ്. ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ, ശരൺ പറഞ്ഞിരിക്കുന്നത് ജമ്പിങ് ആണ്. സോ ജമ്പിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ബേസിക്കലി എന്താണ്? അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ജമ്പിങ് എന്ന് പറയുന്നത്. ശരണെ, അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ജമ്പിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ജമ്പിങ് എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇവിടെ നോക്കിയേ, സൈസ് റെഡ്യൂസ് ചെയ്യണം, അല്ലെ? സൈസ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യണം. സൈസ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തപ്പോൾ ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു മെറ്റൽ പീസിനെ ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു മെറ്റൽ പീസിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക്, ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെന്നിരിക്കട്ടെ. ഗ്രാജുവലി നമ്മൾ റെഡ്യൂസ് ചെയ്തു. അപ്പൊ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതായിരിക്കും ഏത് പ്രോസസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക? കുഴപ്പമില്ല, ഉത്തരം തെറ്റിയാലൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇവിടെ മനസ്സിലാക്കി പോവാന്നുള്ളതാണ്, അല്ലെ? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഇത്തരത്തിൽ സിറാജ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ്, ഡ്രോയിങ് ഔട്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ അതായത് ഒരു ഫോർജിങ് ഓപ്പറേഷൻ അത് ഗ്രാജുവൽ ആയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡ്രോയിങ് ഔട്ട് എന്ന് പറയാം. എന്നാൽ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോഗിങ് എന്ന് പറയുന്നത്. അതിനെ എന്താ വിളിക്കുക? കോഗിങ് എന്ന് വിളിക്കുന്നു. അനീഷ് അത് മനസ്സിലാക്കുക. അനീഷ് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് കോഗിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഫോർജിങ് ഓപ്പറേഷനകത്ത് നിരവധി പ്രോസസ്സുകളുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ വലിയ ലാർജ് വർക്ക് പീസിനെയൊക്കെ നമ്മൾ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് കംപ്രസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്ത് സൈസ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മൾ അതിനെ വിളിക്കുക ഡ്രോയിങ് ഔട്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പ്രോസസ് ഇങ്ങനെ ഡ്രോയിങ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അത് തിക്നെസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷേ എടുത്തു പറയുകയാണ്, സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് അതിന്റെ ഡയമെൻഷൻസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ അത് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോഗിങ് എന്ന് വിളിക്കുക. കോഗിങ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കോഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ഔട്ട് പ്രോസസ് തന്നെയാണ്. ഡ്രോയിങ് ഔട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ സൈസ് റിഡക്ഷൻ ചെയ്യുന്ന, സൈസിനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഡ്രോയിങ് ഔട്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഈ പറയുന്ന തിക്നെസ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ, സക്സസീവ് സ്റ്റെപ്പുകളായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, സക്സസീവ് സ്റ്റെപ്പുകളായിട്ട് നമ്മൾ അത് ക്യാരി ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ടാണല്ല, നമ്മൾ ഈ ചെറിയ ഡൈ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിത്, അടുത്ത സ്റ്റെപ്പ് ഇവിടെ വരും, അടുത്ത സ്റ്റെപ്പ് ഇവിടെ വരും, അങ്ങനെ സ്റ്റെപ്പ് ബൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോഗിങ് എന്ന് പറയുന്നത്. അപ്പൊ കോഗിങ് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മുടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇരുന്നോളൂ. പെട്ടെന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സംശയമൊന്നും വെക്കേണ്ട. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മുടെ പരീക്ഷ അടുത്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാം മാക്സിമം ആ ഒരു മോഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിറ്റി നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മറ്റൊരു ചോദ്യമാണ്, ഓപ്പറേഷൻ ഇൻ ഫോർജിങ് ഇൻ വിച്ച് ലൂബ്രിക്കൻസ് ആർ നോട്ട് യൂസ്ഡ്. നമ്മളൊരു ഫോർജിങ് ഓപ്പറേഷനകത്ത്, ഏതോ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനകത്ത് എന്ത് യൂസ് ചെയ്യാറില്ല? ലൂബ്രിക്കന്റുകൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത്തരത്തിൽ ലൂബ്രിക്കന്റ് യൂസ് ചെയ്യാത്ത ഒരു ഫോർജിങ് ഓപ്പറേഷൻ ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് വരാം: ഡ്രോയിങ് ഔട്ട്, കോഗിങ്, സ്ക്യൂ ഫോർജിങ്, കോയിനിങ്.
വേഗം പറഞ്ഞോ. ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല, ഇവിടെ തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് തെറ്റരുത് നമുക്ക്. യെസ്, ഓപ്ഷൻ ഡി. യദു ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, യദു കറക്റ്റ് ആണ്. കോയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. കോയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്താണ് നമ്മൾ ഇത്തരത്തിൽ എന്താണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ആ ഒരു എന്താണ് ഡീറ്റെയിലിംഗ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കോയിനിങ് പ്രോസസ്സിനകത്ത് എന്ത് യൂസ് ചെയ്യാത്തത്, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കോയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ഇംപ്രഷൻസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ഇംപ്രഷൻസ് നമുക്ക് കൃത്യമായിട്ട് രണ്ട് സൈഡിലും നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന വളരെ ഫൈൻ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇംപ്രഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ലൂബ്രിക്കൻസ് വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യാറില്ല, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ പൊതുവെ നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാത്ത ഒരു പ്രോസസ്സ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക കോയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. കോയിനിങ് പ്രോസസ്സിന്റെ പ്രത്യേകത ഇത്തരത്തിൽ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ്. അതിനകത്ത് രണ്ട് ഡൈക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ്, ഈ ഡൈയിൽ എന്താണോ ഷേപ്പ് ഉള്ളത് അതനുസരിച്ച് നമുക്ക് ആ ഒരു സർഫസിൽ നമ്മുടെ ഷീറ്റ് മെറ്റലിൽ നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിഫോർമേഷൻ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത് കോയിനിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ആ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് യൂസ് ചെയ്യാറില്ല, അവിടെ ലൂബ്രിക്കൻസ്, ദാറ്റ് ഈസ് ലൂബ്രിക്കൻസ് ആർ നോട്ട് യൂസ്ഡ് ബിക്കോസ് ദേ ക്യാൻ പ്രിവെന്റ് ദ റിപ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഡൈ സർഫസ് ഡീറ്റെയിൽ അല്ലെ, വളരെ ഫൈൻ ആയിട്ടുള്ള ഡൈയിൽ ഉണ്ടായിരിക്കുന്ന സർഫസ് ഡീറ്റെയിൽ ഒക്കെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് തടയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ഫോർജിംഗ് ഓപ്പറേഷൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബോൾ ബെയറിംഗ്സ്. Forging operation used for making ball bearings. Okay, Sharan. Yes, Yadu, correct ആണ്. Okay, forging operation used for making ball bearing എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ഓക്കെ, റോൾ ഫോർജിംഗ് ഉണ്ട്, കോഗിംഗ് ഉണ്ട്, സ്ക്യൂ ഫോർജിംഗ് ഉണ്ട്, ബെൻഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ കോഗിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, റോൾ ഫോർജിംഗ് എന്ന് പറഞ്ഞാൽ റോളിംഗിന്റെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് റോൾ ഫോർജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക സ്ക്യൂ ഫോർജിങ് തന്നെയാണ്. ഇവിടെ ഉത്തരം എന്താ, സ്ക്യൂ ഫോർജിങ് ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളുടെ ആ ഒരു റോളിംഗ് തന്നെയാണ് ബേസിക്കലി. പക്ഷെ ഈ സ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആ ഒരു ആക്സിസിന്റെ ഡയറക്ഷൻ വേരിയേഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ സ്ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്ക്യൂ ഫോർജിങ്ങിലാണ് ബോൾ ബെയറിങ്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അതായത് ഇത്തരത്തിൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും, ഈ റോളിങ്ങിന്റെ ഫലമായിട്ട് പുറത്തേക്ക് ഇത്തരത്തിലുള്ള ബോളുകളായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള ബോൾ ബെയറിങ്സുകൾ നിർമ്മിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു ഫോർജിങ് ആണ് സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്നത്. സോ സിമിലർ ടു റോൾ ഫോർജിങ് തന്നെയാണ്. ഇവിടെ റോളേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ എന്താണ്, ആ ഒരു ആക്സിസ്, റോളറിന്റെ ആക്സിസ് എന്താണ് ഇത്തരത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, ദാറ്റ് ഈസ് അത്തരത്തിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ആ ഒരു ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫോർജിങ് ആണ് സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫുള്ളേഴ്സ്? ഫുള്ളേഴ്സിന്റെ യൂസ് എന്താണ്? ഫുള്ളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടൂളിന്റെ യൂസ് എന്താണ്? യെസ്, ലക്ഷ്മി, യദു, ശരൺ, അനീഷ് എല്ലാവരും ആക്റ്റീവ് ആണ്. ഓക്കെ, ഫൈൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് യൂസ് ഓഫ് ഫുള്ളേഴ്സ്. ഫുള്ളർ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ടൂളാണ് ഫുള്ളറുകൾ. യെസ്, ഓഫ് കോഴ്സ്, ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിങ്. അപ്പൊ ഇത്തരത്തിൽ ഫുള്ളേഴ്സുകൾ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നെക്കിംഗ് ആൻഡ് ഗ്രൂവിങ് അല്ലെ, ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഗ്രൂവുകളൊക്കെ ഫോം ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഫുള്ളേഴ്സുകളുണ്ട് അല്ലെ, അപ്പൊ ഇവിടെ എന്താണ്, ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിങ് ആണ് പൊതുവെ നമ്മൾ ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ് സ്പ്രെഡ് ദ മെറ്റൽ വർക്ക് പീസ് വെൻ മെറ്റൽ ഈസ് ഇൻ പ്ലാസ്റ്റിക് ഫോം ബൈ അപ്ലൈങ് കംപ്രസീവ് ലോഡ് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ എന്താ കംപ്രസീവ് ലോഡ് കൊടുത്തുകൊണ്ട് ആ ഒരു വർക്ക് പീസിൽ എന്താ ആ ഒരു സ്ട്രെച്ച് ചെയ്യാണ് അല്ലെ, സ്പ്രെഡ് ചെയ്യാണ് ബേസിക്കലി. റൗണ്ട് ഷേപ്ഡ് ഫേസ് ഓഫ് ഫുള്ളർ സ്പ്രെഡ് മെറ്റൽ മോർ എഫിഷ്യന്റ്ലി ആൻഡ് ഈസിലി ടു കമ്പാരിസൺ ടു ഫ്ലാറ്റ് സർഫസ് ഹാമർ. ഹാമറിനെക്കാട്ടിൽ കുറച്ചുകൂടെ നമുക്ക് ഇത്തരത്തിൽ ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള ഹാമറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഫുള്ളറുകൾ പൊതുവെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാനും അല്ലെങ്കിൽ ഗ്രൂവുകളൊക്കെ ഉണ്ടാക്കാനും നെക്കിംഗ് പർപ്പസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഫുള്ളറുമായി ബന്ധപ്പെട്ട്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, an operation of solid state welding process which is used to join two metal pieces by heating them to a temperature and hammered together to join them. ചൂടാക്കിയ ശേഷം ഹാമർ ചെയ്തുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്ന പ്രോസസ് ഏതാണ്? യെസ്, ബേസിക് ചോദ്യമാണ്.
അതിനെ വിളിക്കുന്ന പേരാണ് ഫോർജ് വെൽഡിങ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫോർജ് വെൽഡിങ്. ഇത് ഒരു സോളിഡ് സ്റ്റേറ്റ്, നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് മോട്ടൺ സ്റ്റേറ്റിലേക്കൊന്നും പോകുന്നില്ല, സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഫ്യൂഷൻ വെൽഡിംഗ് അല്ല, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ജോയിൻ ടു മെറ്റൽ പീസസ്, അല്ലെ, രണ്ട് മെറ്റൽ പീസസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ ഒന്നാമത്തെ മെറ്റൽ ഇവിടെ വെച്ചു, രണ്ടാമത്തെ ലാപ്പ് മെയിൻറ്റെയിൻ ചെയ്തു, നമ്മൾ ചൂടാക്കിയതിനു ശേഷം നമ്മളിവിടെ അതാണ് ഹിറ്റ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ അത്തരത്തിൽ ഫോർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പോർഷൻ നമ്മൾ എന്താണ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കാം ഫോർജ് വെൽഡിംഗ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ, ദ വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ നോർമലി വേരീസ് ബിറ്റ്വീൻ, ദ വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ നോർമലി വേരീസ് ബിറ്റ്വീൻ. ഓക്കെ, ഇതിന് സംശയം ഉണ്ടോ? സംശയം എന്ന് വെക്കേണ്ട, ഇത് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് സ്മിത്ത് ഹാൻഡ് ഹാമറിന്റെ ആ ഒരു വെയിറ്റ് വേരി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 2 kg ആണ്. നിശ്ചയ ശ്രദ്ധിച്ചോ, 1 to 2 kg ആണ്, 1 to 2 kg ആണ് സ്മിത്ത് ഹാൻഡ് ഹാമർ, അല്ലെ. ഹാൻഡ് ഹാമർ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ഈ പറയുന്ന വർക്കർ തന്നെ ആയിരിക്കും നമ്മുടെ വർക്ക് പീസും അതുപോലെ തന്നെ ഹാമറും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ 1 to 2 kg വെയിറ്റ് വരുന്ന ആ ഒരു ഹാൻഡ് ഹാമർ, സ്മിത്ത് ഹാൻഡ് ഹാമർ ഇത്തരത്തിൽ ശ്രദ്ധിക്കാം, അതിന്റെ വെയിറ്റ് 1 to 2 kg ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം, 1 to 2 kg. അപ്പോ സ്മിത്ത് ഹാൻഡ് ഹാമർ, ദാറ്റ് ഈസ് ഹാൻഡ് ഹാമർ സ്മോൾ സൈസ് ഹാമർ ആണ്. സോറി. അപ്പൊ അത്തരത്തിൽ നമ്മൾ അതിന്റെ വെയിറ്റ് വേരി ചെയ്യുന്നത് 1 to 2 kg ആണെന്നത് ഓർത്തിരിക്കാം. സോറി, ഓക്കെ, 1 to 2 kg ആണെന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ ആ ചിത്രത്തിൽ കാണുന്ന ഹാമർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത്തരത്തിൽ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ക്രോസ് പീൻ ആണ്, അല്ലെ, ക്രോസ് പീൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ക്രോസ് പീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്ലാറ്റ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹാമർ ആണ് ഇത്തരത്തിൽ സ്മിത്ത് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് പീനും ക്രോസ് പീനും ഒക്കെ അവൈലബിൾ ആണ്. 1 to 2 kg ആണ് നമ്മളുടെ ആ ഒരു വെയിറ്റ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഇൻ ദ ഫർണസ് ടു വാം അപ്പ് ദ കമ്പോണന്റ്. നമ്മളിപ്പോൾ ഫോർജ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ വാം അപ്പ് ചെയ്യണം, അല്ലെ, ചൂടാക്കണം, അതിൽ വാം അപ്പ് ചെയ്യണം. വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് വെക്കുന്നത്? പ്രീവിയസ് ഇയർ ഫിറ്റർ, ട്രേഡ്സ്മാൻ ഫിറ്റർ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. സോ എല്ലാവർക്കും ഉത്തരം അറിയാം, ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പൊ അത് വിട്ടുപോകരുത്. അപ്പൊ അത് അങ്ങനെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എവേ ഫ്രം എയർ സ്പൗട്ട് ആൻഡ് കവേർഡ് ബൈ എ തിക്ക് ലെയർ ഓഫ് കോൾ ഫ്രം ദ എബോ. ഇത്തരത്തിൽ ആ ഒരു എയർ സ്പൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുറത്തേക്ക് കോൾഡ് എയർ വരുന്നുണ്ടാകും. അപ്പൊ കോൾഡ് എയറിന്റെ അടുത്തേക്ക് നമ്മളുടെ ആ ഒരു കമ്പോണന്റ് വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകും, അല്ലെ. അപ്പൊ അവിടെ നിന്ന് ദൂരെ മാറി വെക്കണം എന്നുള്ളത് മനസ്സിലാക്കാം, ദൂരെ മാറി വെക്കണം. അപ്പൊ എവേ ഫ്രം ദ എയർ സ്പോട്ട് ആൻഡ് കവേർഡ് ബൈ എ തിക്ക് ലെയർ ഓഫ് കോൾ ഫ്രം ദ എബോ. ഇത്തരത്തിൽ മുകളിലായിട്ട് ഒരു തിക്ക് ലെയർ ഓഫ് കോളൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കോള് കത്തിക്കൊണ്ട് അല്പം വാമപ്പ് നമുക്ക് ആ ഒരു കമ്പോണന്റിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ബേസിക് കോൺസെപ്റ്റ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? അപ്സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, യെസ് ലക്ഷ്മി, യദു, യെസ്. ഓക്കെ, മേക്കിംഗ് എ ഹോൾ ഓൺ ദ കമ്പോണന്റ്. ഹോള്, ഒരു കമ്പോണന്റിൽ ഹോൾ ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പഞ്ചിങ് എന്നാണ്. പഞ്ചിങ്, അല്ലെ, ഒരു കമ്പോണന്റിൽ ഹോൾ ഉണ്ടാക്കുന്ന പഞ്ചിങ്. എൻലാർജിങ് ദ ലെങ്ത് ദെയർ ബൈ റെഡ്യൂസിങ് ദ തിക്നെസ്. തിക്നെസ് കുറച്ചുകൊണ്ട് ലെങ്ത് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ നേരത്തെ കണ്ടത്, അല്ലെ. ഇത്തരത്തിൽ ഡ്രോയിങ് ഡൗൺ ഒക്കെ നമ്മൾ കണ്ടു, അല്ലെ. ഇത്തരത്തിൽ തിക്നെസ് കുറച്ചുകൊണ്ട് ലെങ്ത് കൂട്ടുന്ന ഡ്രോയിങ് ഔട്ട്, ഡ്രോയിങ് ഡൗൺ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പ്രോസസ് ബൈ വിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെറ്റൽ ഈസ് ഇൻക്രീസ്ഡ് വിത്ത് ഡിക്രീസിങ് ലെങ്ത്, അതിനെ നമ്മൾ വിളിക്കുന്നവര് അപ്സെറ്റിംഗ്. അപ്സെറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് അപ്സെറ്റിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്സെറ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് ഓപ്പറേഷൻ അപ്ലൈ ടു ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടുന്നുണ്ടാകും. അപ്പോൾ നിലവിൽ ഈ ഒരു ഡയമെൻഷനിൽ ഇരുന്ന ഒരു വർക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് നമ്മളുടെ തിക്നെസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ കൂടി. അതാണ് ബേസിക് കോൺസെപ്റ്റ് അപ്സെറ്റിംഗ്. അല്ലെങ്കിൽ അതിൽ തന്നെയാണ് ജമ്പിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ബോൾട്ട് ഹെഡുകളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്സെറ്റിംഗ് പ്രോസസ്. അപ്സെറ്റിംഗിനകത്ത് പ്രധാനമായിട്ട് 3 ടൈപ്പ് അപ്സെറ്റിംഗ് ആണുള്ളത്. എൻഡ് അപ്സെറ്റിംഗ് ഉണ്ട്, സെന്റർ അപ്സെറ്റിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ സെന്ററിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സെന്റർ ജമ്പിംഗ് അല്ലെങ്കിൽ സെന്റർ അപ്സെറ്റിംഗ് എന്ന് പറയുന്നു.
ഇതിൽ എൻഡിലാണെങ്കിൽ എഡ്ജ് ദാറ്റ് ഈസ് എൻഡ് പോർഷനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹെഡ് ജമ്പിങ് അല്ലെങ്കിൽ എൻഡ് അപ്സെറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു കമ്പോണന്റിൽ നമ്മൾ ആ ഒരു വേരിയേഷൻസ് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുൾ ജമ്പിംഗ് എന്ന് വിളിക്കുന്നു. സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. അപ്സെറ്റിംഗ് ജമ്പിംഗ് എല്ലാം സിമിലർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ഹോട്ട് ചിസൽ ഹാസ് ആൻ ആംഗിൾ ഓഫ് അബൌട്ട്. ഹോട്ട് ചിസലിന്റെ ആംഗിൾ എത്രയാണ്? യെസ്. അപ്പോ ലക്ഷ്മി ഡി പറയുന്നുണ്ട്, ശരണ് 30 പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ ഹോട്ട് ചിസലും ഉണ്ട്, കോൾഡ് ചിസലും ഉണ്ട്. ഹോട്ട് ചിസലും ഉണ്ട്, കോൾഡ് ചിസലും ഉണ്ട്. അപ്പോ കോൾഡ് ചിസൽ ആണെന്നുണ്ടെങ്കിൽ ഉത്തരം 60. ലക്ഷ്മി ശ്രദ്ധിച്ചോ, കോൾഡ് ചിസൽ ആണെങ്കിൽ ഉത്തരം 60. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത് ഹോട്ട് ചിസൽ ആണെങ്കിൽ ഉത്തരം 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഹോട്ട് ചിസൽ ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി, കോൾഡ് ചിസൽ ആണെങ്കിൽ 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ഹോട്ട് ചിസൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോട്ട് ചിസലിന്റെ ആ ഒരു ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. അപ്പൊ ചിസൽസ് എന്തിനാണ് നമുക്കറിയാം, കട്ടിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ 30 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് ഹോട്ട് ചിസൽ. കോൾഡ് ചിസൽ ആണെങ്കിൽ 60 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ചിസലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. In forging, the tool used for bending round steel bar. Bending round steel bar. നമ്മുടെ കാര്യം ഇങ്ങനെ ഒരു സ്റ്റീൽ ബാർ ഉണ്ടെന്നിരിക്കട്ടെ. സ്റ്റീൽ ബാറിനെയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സ്റ്റീൽ ബാറുകളെയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? യെസ് കറക്റ്റ് ആണ്. ഓക്കെ, ഫോർക്ക് കൊടുത്തിട്ടുണ്ട്, ബോൾസ്റ്റർ ഉണ്ട്, കപ്പിംഗ് ഉണ്ട്, ബെൻഡ് ക്ലിപ്സ് ഉണ്ട്. ബെൻഡ് ക്ലിപ്സ്. അപ്പൊ ഏതായിരിക്കും ഉത്തരം വരിക? യെസ്, ഫോർക്ക് ആണ് നമ്മളുടെ ഉത്തരം വരിക. ഫോർക്ക് ആണ് നമ്മളുടെ ഉത്തരം വരിക. സോ ഫോർക്ക് ആർ യൂസ്ഡ് ഫോർ ബെൻഡിങ് റൗണ്ട് സ്റ്റീൽ ബാർ. റൗണ്ട് സ്റ്റീൽ ബാറുകൾ. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിവറ്റിന്റെ ഹെഡുകളും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബോൾട്ടിന്റെ ഹെഡുകളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ബോൾസ്റ്റർ എന്ന് പറയുന്നത്. ബോൾസ്റ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഫോർക്ക്. ഓപ്ഷൻ എ ഫോർക്ക് ആണ്. സോ എല്ലാവർക്കും ക്ലിയർ ആക്കുക, ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോവാ. ഫോർക്ക് ടൂൾസ് ആർ അല്ലെങ്കിൽ ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് റൗണ്ട് സ്റ്റീൽ ബാർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഐറ്റമാണ്. ഇത്തരത്തിൽ നമ്മളുടെ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള സാധനം ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഫോർക്ക് ടൂൾ എന്ന് പറയുന്നത്. സംശയം നമ്മൾ കണ്ട അതിനകത്ത് ഫോർക്ക് ടൂളുകളാണ് റൗണ്ട് സ്റ്റീൽ ബാറുകൾ ബെൻഡ് ചെയ്യാൻ വേണ്ടി. ഇത്തരത്തിൽ ഫോർജ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. In forging, which tool is used with top fuller for making small radius pipe clip? പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി. ഓക്കെ, പൈപ്പ് ക്ലിപ്പുകൾ. നമ്മൾ സാധാരണ പൈപ്പ് ക്ലിപ്പുകൾ കാണാറില്ല, ഇത്തരത്തിലുള്ള പൈപ്പ് ക്ലിപ്പുകൾ കാണാറുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലിപ്പുകളിൽ ഈ പറയുന്ന ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കണമല്ലോ, ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു ടൂൾ ഏതാണ്? സോ അതിനെ വിളിക്കുന്ന പേരാണ്, ഓപ്ഷൻ എ കൊടുത്തു, ഫോർക്ക് നമ്മൾ കണ്ടു, അതല്ല. ബോൾസ്റ്റർ നമ്മൾ കണ്ടു, അതല്ല. കപ്പിംഗ് അല്ല. ദെൻ ബെൻഡിങ് ക്ലിപ്പ് ആണ് നമ്മുടെ ഉത്തരം. ബെൻഡിങ് ക്ലിപ്പ് ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണേ? ഓക്കെ ആണേ? സോ എല്ലാവരും മനസ്സിലാക്കുക. ബെൻഡിങ് ലിങ്ക്, ക്ലിപ്പ് അല്ല, ബെൻഡിങ് ലിങ്ക് ആണ് നമ്മുടെ, ദാറ്റ് ഈസ് പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ബെൻഡിങ് ലിങ്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ചിത്രത്തിലുണ്ട്, ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നോക്കി, ഇത്തരത്തിലുള്ള ഒരു കമ്പോണന്റ് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ ടോപ്പ് ഫുള്ളർ നമ്മൾ യൂസ് ചെയ്തു. ഇനി അടിയിൽ നമ്മൾ വെച്ചേക്കുന്ന സപ്പോർട്ട് ആയിട്ടുള്ള ടൂളാണ്, ദാറ്റ് ഈസ് ബെൻഡിങ് ലിങ്ക്. ബെൻഡിങ് ലിങ്ക് വിത്ത് ടോപ്പ് ഫുള്ളർ ആർ യൂസ്ഡ് ഫോർ സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പ്. ഇങ്ങനെ തന്നെ ചോദിക്കും. ഈ പറയുന്ന സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? എലോങ് വിത്ത് ടോപ്പ് ഫുള്ളർ. ടോപ്പ് ഫുള്ളറോടുകൂടി, ടോപ്പ് ഫുള്ളറിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ടൂളിന്റെ സഹായത്തോടു കൂടിയാണ് സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്പുകൾ നിർമ്മിക്കുന്നത് എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉത്തരം ബെൻഡിങ് ലിങ്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നമ്മൾ വിട്ട് കളയരുത്. ബെൻഡിങ് ലിങ്ക്, ഫോർക്ക്, ബോൾസ്റ്റർ ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഓൺലി സ്റ്റീൽ വിത്ത് കാർബൺ അപ് ടു ഡാഷ് ഈസ് ഫോർജബിൾ. നമ്മൾ സ്റ്റീൽ എത്ര ശതമാനം കാർബൺ ഉള്ള സ്റ്റീലാണ് നമുക്ക് ഫോർജബിൾ ആയിട്ടുള്ളത്? ഫോർജ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റീൽ ഏതാണ്? യെസ്, ഫോർജ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റീൽ ഏതാണ്? നമുക്കറിയാം സ്റ്റീലിനകത്ത് മാക്സിമം കാർബൺ പെർസെന്റ് അപ് ടു
2% ആണ് സ്റ്റീൽ. അപ്പോൾ ഈ 2.5ഉം 5ഉം 3ഉം ഒക്കെ നമുക്ക് കളഞ്ഞുകൂടെ? എന്നിട്ട് ഇത് അറിയണം നിർബന്ധമുണ്ടോ? സ്റ്റീലിനകത്ത് കാർബൺ കണ്ടന്റ് എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്തുകൂടെ? സ്റ്റീലിനകത്ത് നമുക്കറിയാം മാക്സിമം 2% ആണ്. ബാക്കി ഓപ്ഷൻസ് എല്ലാം 2ന് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് അറിയത്തില്ല എങ്കിൽ തന്നെയും ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ? സ്റ്റീലിനകത്ത് മാക്സിമം 2% വരുള്ളൂ. അപ്പോൾ ബാക്കി ഓപ്ഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നത് 2ന് മുകളിലാണ്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാം. സോ നമ്മുടെ ഉത്തരം 1.7. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ മാക്സിമം 1.7% കാർബൺ ഉള്ള സ്റ്റീലുകളാണ് ഫോർജബിൾ ആയിട്ട് ഉള്ളത്. സോ ഫോർജ് ചെയ്യാൻ കഴിയുന്ന സ്റ്റീലുകൾ എത്രയാണ്? മാക്സിമം 1.7% കാർബൺ വരെയാണ് ഫോർജബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Which is the part of anvil used for jumping and upsetting of metal? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ട്രേഡ്സ്മാൻ ഫിറ്ററിന് ചോദിച്ച ചോദ്യം, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻവിലിന്റെ ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ജമ്പിങ് അല്ലെങ്കിൽ അപ്സെറ്റിംഗ്? നമ്മൾ കണ്ടു, ജമ്പിങ് അപ്സെറ്റിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഒരുമിച്ച്. യെസ്, ഓപ്ഷൻ സി, അപ്സെറ്റിംഗ് ബ്ലോക്ക്. അപ്പൊ ഈ സംഗതി ഈ ആൻവിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സർഫസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ അല്ലെ? ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ്, ഇവിടെ വെച്ച് നമ്മൾ അപ്സെറ്റ് ചെയ്യും. സോ ഇവിടെ വെച്ച് നമ്മൾ അപ്സെറ്റ് ചെയ്യും. സോ ഇതിന് ഈ ഒരു പോർഷൻ നമ്മുടെ ആൻവിൽ ആണല്ലോ ഇത്. ആൻവിലിന്റെ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്സെറ്റിംഗ് ബ്ലോക്കിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മളുടെ ആ ഒരു ജമ്പിങ് അല്ലെങ്കിൽ അപ്സെറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. സ്ക്രീൻ കാണുന്നില്ലേ? എനിക്ക് എല്ലാവർക്കും ഉണ്ടോ ബുദ്ധിമുട്ട്? ഓക്കെ ആയോ? ഓക്കെ. ഓക്കെ ഫൈൻ. അപ്സെറ്റിംഗ് ബ്ലോക്ക് കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ലോ കാർബൺ സ്റ്റീൽ? യെസ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സംശയമൊന്നും വേണ്ട. വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ? ഓക്കെ, സിറാജെ ശ്രദ്ധിച്ചേ, ലോ കാർബൺ സ്റ്റീൽ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ പറഞ്ഞത് ലോ കാർബൺ സ്റ്റീലിൻ്റെ 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൈയും അലോയ് സ്റ്റീലും 1100 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിറാജ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി, അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർജിങ് ലോ കാർബൺ സ്റ്റീൽ നമ്മൾ ചൂടാക്കേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? എത്ര ഡിഗ്രിയിലേക്കാണ് നമ്മൾ ചൂടാക്കേണ്ടതായിട്ടുള്ളത്? അപ്പൊ ഉത്തരം എത്രയാ? 1300. വിട്ടുപോയത് 1300 ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. സോ ലാസ്റ്റ് നടന്ന ട്രേഡ്സ്മാൻ ഫിറ്ററിന് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ? 1300, ഹൈ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീലൊക്കെ 1100 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിറാജ് ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ഫോർജ് ഫർണസ് വെർ മെറ്റൽ ഈസ് ഹീറ്റഡ്? ഫോർജ് ഫർണസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് അവിടെയാണ് നമ്മൾ മെറ്റൽ ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ എ ഹെർത്ത്, ഓപ്ഷൻ ബി ബ്ലോവർ, ഓപ്ഷൻ സി കൊഞ്ചിങ് ടാങ്ക്, ഓപ്ഷൻ ഡി ചിമ്മിനി. ഏതായിരിക്കും? വളരെ ബേസിക് ചോദ്യം അല്ലെ? ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം, ഹെർത്ത് തന്നെയാണ്. അപ്പൊ ഹെർത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് നമ്മുടെ ഫോർജ് ഫർണസിൽ ഹെർത്തിൽ വെച്ചായിരിക്കും നമ്മൾ ആ ഒരു പാർട്ട് ചൂടാക്കുന്നുണ്ടാവുക. ഹെർത്ത് അല്ലെ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്മിത്ത് ഫോർജ് ഓർ ഹെർത്ത് എന്നറിയപ്പെടുന്നത്. മൊത്തത്തിൽ നമ്മൾ ഹെർത്ത് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് സ്വേജ് ബ്ലോക്ക്? ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് സ്വേജ് ബ്ലോക്ക് നിർമ്മിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? മൈൽഡ് സ്റ്റീൽ, മാലിബിൾ കാസ്റ്റ് അയൺ, ഹൈ കാർബൺ സ്റ്റീൽ, ടൂൾ സ്റ്റീൽ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, മാലിബിൾ കാസ്റ്റ് അയൺ. അപ്പോ നമ്മളുടെ സ്വേജ് ബ്ലോക്കുകൾ, ഏത് ഐറ്റം ആണ് ഈ കാണുന്ന സംഭവം അല്ലെ? ഇത്തരത്തിലുള്ള ബ്ലോക്കാണ് സ്വേജ് ബ്ലോക്ക്. അപ്പൊ സ്വേജ് ബ്ലോക്കുകൾ എന്തിനു വേണ്ടിയിട്ടാ? ഈ പറഞ്ഞ ഗ്രൂവിംഗ് പർപ്പസുകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഷേപ്പിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്വേജ്.
അപ്പോൾ ഈ സ്വേജ് ബ്ലോക്ക് ഈസ് മേഡ് അപ്പ് ഓഫ് മാലിബിൾ കാസ്റ്റ് അയൺ. അപ്പോൾ മാലിബിൾ കാസ്റ്റ് അയൺ ആണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ മാലിബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് സ്വേജ് ബ്ലോക്ക് നിർമ്മിക്കുക എന്നുള്ളത് ഓർത്തിരിക്കാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യം, എ സ്ക്വയർ ആൻവിൽ ഹോൾ, എ സ്ക്വയർ ആൻവിൽ ഹോൾ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്ക്വയർ ഷാങ്ക് ഓഫ് സ്വേജ് പുള്ളർ എക്സെട്ര, ആ ഹോളിനെ വിളിക്കുന്ന പേരെന്താണ്? സ്ക്വയർ ആൻവിൽ ഹോളുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്രിച്ചൽ ഹോൾ, ഓപ്ഷൻ ബി ഹാർഡേ ഹോള്, ഓപ്ഷൻ സി ഹാൻഡ്ലിംഗ് ഹോള്, ഓപ്ഷൻ ഡി ബ്ലൈൻഡ് ഹോൾ. യെസ് റൈറ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം, സംശയമൊന്നുമില്ല. അപ്പോൾ ഹാർഡേ ഹോൾ ആണ്. പ്രധാനമായിട്ടും എത്ര ഹോളുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഹോളുകളാണ് ഉള്ളത്. ഒന്ന് പ്രിച്ചൽ ഹോള്, അതിന്റെ ക്രോസ് സെക്ഷൻ റൗണ്ട് ആണ്. ഈ പറയുന്ന രീതിയിൽ സ്ക്വയർ ആയിട്ടുള്ള ആൻവിൽ ഹോള് നമുക്ക് ഹാർഡേ ഹോള് പറയാം. ഹാൻഡ്ലിംഗ് ഹോളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു സ്ക്വയർ ഹോള് ഹാൻഡ്ലിംഗ് ഹോളും ഉണ്ട്. ഹാൻഡ്ലിംഗ് ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു ആൻവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ മൊത്തത്തിൽ അതിനെ ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ഹാൻഡ്ലിംഗ് ഹോളും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പൊ പ്രിച്ചൽ ഹോള് അത് റൗണ്ട് ആണ്, ക്രോസ് സെക്ഷനിൽ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഒരു പ്രിച്ചൽ ഹോള് കാണുന്നുണ്ട്, ഇവിടെ ഒരു ഹാർഡേ ഹോള് കാണുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ ഒരു ഹോള്, മറ്റൊരു ഹോള് കാണുന്നുണ്ട്. ഇതിനെ വിളിക്കുന്നവരാണ് ഹാൻഡ്ലിംഗ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടും 3 ഹോളുകൾ നമുക്ക് അവിടെ ആൻവിൽ കാണാൻ സാധിക്കും. ഈ പ്രിച്ചൽ ഹോളുകൾ സർക്കുലർ ഷേപ്പ് ആണെന്നത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് ബെൻഡിങ് ഓഫ് റോഡ് ബെൻഡ് ചെയ്യാനും ഇത്തരത്തിൽ സ്മോൾ ഡൈ ഹോട്ട് പഞ്ചിങ്ങിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് പ്രിച്ചൽ ഹോൾ എന്ന് പറയുന്നത്. സ്ക്വയർ ഹോൾ ആയിട്ടുള്ള, സ്ക്വയർ ഷേപ്ഡ് ഹോൾ ആയിട്ടുള്ള ഹാർഡേ ഹോൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സ്ക്വയർ ഷാങ്കുകളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാർഡേ ഹോൾ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡേ എന്ന് പറയുന്ന ടൂൾ തന്നെയുണ്ട്, ഹാർഡേ ടൂൾ. ആ ടൂളും ഹോൾഡ് ചെയ്യാനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഹാർഡേ ഹോൾ എന്ന് പേര് വന്നിട്ടുള്ളത്. സോറി, ചോദ്യം, ബക്ലിംഗ്. ഓക്കെ, നമുക്കൊരു ഡിഫക്റ്റ് ആണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ബക്ലിംഗ് occurs when the length of the stock exceed dash times the diameter. ഈ പറയുന്ന രീതിയിൽ വളരെ നീളത്തിലുള്ള വർക്കൊക്കെ നമ്മൾ ഫോർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബക്ലിംഗ് ഉണ്ടാവും. ഇങ്ങനെ വളഞ്ഞു പോകും, പ്രോപ്പറായിട്ടല്ല, ഇംപ്രോപ്പറായിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബക്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഈ പറയുന്ന ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോയിലൊക്കെ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് അവിടെ ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യത. യെസ്, അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ബക്ലിംഗ് occurs when the length of the stock exceed dash times the diameter. അതായത് ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര മടങ്ങ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അവിടെ ബക്ലിംഗ് ഉണ്ടാവുന്നത്. സോ ഉത്തരം എന്താ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ 2.5 times. അപ്പോൾ ബക്ലിംഗ് occurs when the length of the stock exceed 2.5 times the diameter. അല്ലെ, ഇത്തരത്തിൽ ആ ലെങ്ത് നമ്മുടെ ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ 2.5 times ഡി കൂടുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് അതിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ബക്ലിംഗ് സംഭവിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ആ ഒരു ഫോർജിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. സോ ആ ബക്ലിംഗ് ഉണ്ടാവാനുള്ള ആ ഒരു സാധ്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തതാണ് ലെങ്ത് ഓഫ് ദ സ്റ്റോക്ക് എക്സീഡ് 2 to 2.5 times ഡയമീറ്റർ. അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, സ്റ്റോക്ക് ഈസ് നോട്ട് ടേൺഡ് റൗണ്ട് ഇറ്റ്സ് ആക്സസ് ഡ്യൂറിങ് അപ്സെറ്റിംഗ്. അതായത് അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കണം, അല്ലെ, ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് അത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബക്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് സ്റ്റോക്ക് ഈ സ്ട്രക്ക് അറ്റ് എഡ്ജസ് ഇൻസ്റ്റെഡ് ഓഫ് സെന്റർ. സെന്ററിൽ സ്ട്രൈക്ക് ചെയ്തതിന് പകരം നമ്മൾ എഡ്ജിലൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോകുന്നുള്ളത് നമുക്കറിയാം, അല്ലെ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ സെന്ററിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യാം. സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യന്റ്ലി ഹീറ്റഡ് ത്രൂ ഔട്ട് ഇസ് ക്രോസ് സെക്ഷൻ. അതായത് ത്രൂ ഔട്ട് ദ ക്രോസ് സെക്ഷനിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടാണ്, പ്രോപ്പറായിട്ട് ഹീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലയിടത്ത് നന്നായിട്ട് ഹീറ്റ് ഉണ്ടാകും, ചിലയിടത്ത് നന്നായിട്ട് ചൂടാവും, ചിലയിടത്ത് ചൂടാവില്ല. അപ്പൊ ചൂടാകുന്ന പോർഷനിൽ പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും, ആ ഭാഗത്തേക്ക് അങ്ങ് വളയും. അപ്പൊ അത് ഉണ്ടാവരുത്, യൂണിഫോം ആയിട്ട് ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ്, the upsetting is continued without straightening the after stock has been buckled. സപ്പോസ് ചെറുതായിട്ട് എന്തെങ്കിലും ബക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ബക്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കി ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബക്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ്. അപ്പോൾ ഡിഫക്റ്റ് ഇൻ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് ബക്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്തിരിക്കാം, ഡിഫക്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
Which of the following wise is best suited for forging work? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബെസ്റ്റ് വൈസ് ഏതാണ്? ഫോർജിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? ഫോർജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? പ്രവീണെ കറക്റ്റ് ആണ്. ശരൺ ഓക്കെ. ഫോർജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വൈസ് ഏതാ? ഹാൻഡ് വൈസ്, ബെഞ്ച് വൈസ്, ലെഗ് വൈസ്, പിൻ വൈസ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ലെഗ് വൈസ്. ഇപ്പൊ ലെഗ് വൈസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്ന കാര്യങ്ങൾ 3 പോയിന്റ്, പ്രധാനമായിട്ട് 3-4 പോയിന്റ് ആണ്. ഒന്ന്, ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്ന വൈസ്. 2, ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? ലെഗ് വൈസ് നിർമ്മിച്ചിട്ടുണ്ടാവുക ഏത് മെറ്റീരിയൽ ഉണ്ടായിരിക്കും? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലെഗ് വൈസ് നിർമ്മിച്ചിട്ടുണ്ടാവുക ഏത് മെറ്റീരിയൽ ഉണ്ടാ? MS ഉണ്ട്, സംശയമൊന്നുമില്ല. MS കറക്റ്റ് ആണ്. ഇത് MS കറക്റ്റ് ആണ്. 3, ഈ പറയുന്ന ലെഗ് വൈസിൽ നമ്മൾ വർക്ക് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, വർക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കോൺടാക്ട് ലൈൻ കോൺടാക്ട് ആണോ ഏരിയ കോൺടാക്ട് ആണോ? ലൈൻ കോൺടാക്ട് ആണ്. യെസ്, ലൈൻ കോൺടാക്ട് ആണ്. ഇതൊക്കെ മനസ്സിലായി. ലൈൻ കോൺടാക്ട് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലൈൻ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം മൈൽഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ലൈൻ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലെഗ് വൈസ് ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് ലെഗ് വൈസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. കറക്റ്റ് ആണ്. ബ്ലാക്ക് സ്മിത്ത് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നു, മൈൽഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ലൈൻ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അത് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ ലെഗ് വൈസ് കഴിഞ്ഞു, അതിൽ നിന്ന് വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. മറ്റൊരു ചോദ്യം, The tool serve as a bench work for blacksmith. ബ്ലാക്ക്സ്മിത്തിന്റെ ബെഞ്ച് വർക്കായിട്ട് അറിയപ്പെടുന്ന ടൂൾ ഏതാണ്? വേഗം പറഞ്ഞ്. ആൻവില്, സ്വേജ് ബ്ലോക്ക്, ഹെർത്ത്. സംശയമൊന്നുമില്ല അല്ലേ? അതിൽ നമ്മളുടെ ബ്ലാക്ക് സ്മിത്തുമായി ബന്ധപ്പെട്ട് ആൻവിലാണ് നമ്മളുടെ ആ ഒരു ബെഞ്ച് വർക്ക് എന്നറിയപ്പെടുന്നത് അല്ലെ? സോറി, വർക്ക് ബെഞ്ച് എന്നറിയപ്പെടുന്നത്. വർക്ക് ബെഞ്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആൻവിലാണ് എന്നുള്ളത് നമുക്കറിയാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Which among the following part of anvil called beak? Beak എന്നറിയപ്പെടുന്ന സർഫസ് പാർട്ട് ഏതാണ്? റെക്ടാങ്കുലർ ടോപ്പ് സർഫസ്, റൗണ്ട് ടേപ്പേർഡ് എൻഡ്, സ്ക്വയർ ഹോൾ, ബോട്ടം പോർഷൻ. യെസ്, പ്രവീൺ, അനീഷ് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് റൗണ്ട് ടേപ്പേർഡ് ആയിട്ടുള്ള എന്തിനെ വിളിക്കുന്ന പേരാണ്? ഹോൺ അല്ലെങ്കിൽ ബീക്ക്. രണ്ടും ഒന്ന് തന്നെയാണ്. ഹോൺ അല്ലെങ്കിൽ ബീക്ക് എന്നറിയപ്പെടുന്നു. റൗണ്ട് ടേപ്പേർഡ് എൻഡ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ റൗണ്ട് ടേപ്പേർഡ് എൻഡിനെ വിളിക്കുന്ന പേരാണ് ഹോൺ അല്ലെങ്കിൽ ബീക്ക് എന്നറിയപ്പെടുന്നത്. സോ ബാക്കിയുള്ള പോർഷനൊക്കെ ഏകദേശം ഒരു ഐഡിയ വേണം നമുക്ക്. ബേസ്, അതുപോലെ തന്നെ ബോഡി, ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേര് ത്രോട്ട്. അതായത് ഈ പറയുന്ന ഫ്രണ്ട് പോർഷന്റെ പുറകിലായിട്ടുള്ള ഒരു പോർഷൻ ത്രോട്ട് എന്ന് വിളിക്കാറുണ്ട്. ദെൻ ഷോൾഡർ എന്ന് പറഞ്ഞ പോർഷൻ ഇതാണ് ഷോൾഡർ. ടേബിൾ അല്ലെങ്കിൽ നമ്മൾ ചിപ്പിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നു ഈ ഒരു പോർഷൻ. ദെൻ ഫേസ്, ഹാർഡ് ഡേ ഹോള്, പ്രിച്ചൽ ഹോള്, ദെൻ 4 ഫീറ്റുകളുണ്ട്, ബേസ് പോർഷൻ ഉണ്ട്, വേസ്റ്റ് പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വേസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ത്രോട്ട് എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാവുക. ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർജിങ് ഈസ് ഡൺ അറ്റ്. ഫോർജിങ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ഡൺ അറ്റ് the melting point of the metal, below the melting point, above the melting point, none of them. Yes, right answer ആണ് ഓപ്ഷൻ ബി, ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മെറ്റൽ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഫോർജിങ് നമ്മൾ എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് താഴെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, ടയേഴ്സ് ഇൻ സ്മിത്ത് ഫോർജിങ് is refers to supply of air, to control the supply of air, to supply the fuel, to collect the smoke. Yes, ടയേഴ്സ് നമുക്കറിയാം. ടയേഴ്സിലൂടെയാണ് നമ്മളുടെ ആ ഒരു എയർ ബ്ലോ ഉണ്ടാവുന്നുണ്ടാവുക. കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ബ്ലോ ഉണ്ടാവുന്നുണ്ടാവുക. യെസ്, സപ്ലൈ ഓഫ് എയർ. ആ ഒരു എയർ സപ്ലൈ ആണ് ബേസിക്കലി, കൺട്രോളിംഗ് അല്ല, സപ്ലൈ ഓഫ് എയർ ആണ് ബേസിക്കലി ആ ഒരു ടയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടയേഴ്സ് ഇൻ സ്മിത്ത് ഫോർജിങ് refers to supply of air. ഓക്കെ, ഫൈൻ. ഓക്കെ, സപ്ലൈ ടയറുമായി ബന്ധപ്പെട്ട് ഫോഴ്സ്ഡ് എയർ സെൻഡ് ത്രൂ ദ ടയേഴ്സ് ടു ബേൺ ദ ഫ്യൂൽ. ഇല്ല, ഫ്യൂൽ കത്താൻ വേണ്ടിയിട്ട് നമുക്ക് എയർ വേണം. ആ എയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ടു കവേർഡ് വിത്ത് റിഫ്രാക്ടറി മെറ്റീരിയൽ ടു അവോയ്ഡ് മെൽറ്റിംഗ്. ഈ പറയുന്ന റിഫ്രാക്ടറി മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഇതിനാണ് ചൂട് അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നാച്ചുറൽ ടാൽക്കിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഈ നാച്ചുറൽ ടാൽക്ക് ഒരു റിഫ്രാക്ടറി മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. റിഫ്രാക്ടറി മെറ്റീരിയൽ ആയിട്ടുള്ള നാച്ചുറൽ ടാൽക്കിന്റെ മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഈ ഫോർജിന്റെ ഒക്കെ സർഫസ് റിഫ്രാക്ടറി ആക്കി വെക്കാറുണ്ട്. റിഫ്രാക്ടറി മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ്
നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യെസ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നാച്ചുറൽ ടോൾക്ക് ഈസ് അബൌട്ട് 1500. ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് 1500. അപ്പം ടാൾക്ക് ബ്രിക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ടാൾക്ക് ബ്രിക്കുകൾ നമ്മൾ ലൈനിങ് ചെയ്യാറുണ്ട്. ഫോർജിന്റെ ഒക്കെ ഫർണസിൽ ഇത്തരത്തിൽ എന്താണ് ലൈനിങ്സ് കൊടുക്കാറുണ്ട്. ഈ ടാൾക്ക് ബ്രിക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. മാനുഫാക്ചർ ഫ്രം ടോൾക്ക് ഷെയിലാണ്. മെൽറ്റിംഗ് പോയിന്റ് എടുത്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ദാറ്റ് ഈസ് 1500 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് ടാൾക്കിന്റെ ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ഫോർ യൂണിഫോം ബേണിംഗ് ദ ഫ്യൂൽ യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീൽ ഈസ് ഡാഷ്. യൂണിഫോം ആയിട്ട് ബേണിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫ്യൂവൽ യൂസ് ചെയ്യണം ടൂൾ സ്റ്റീൽ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട്? യെസ്, ചാർക്കോൾ ആണ് ഉത്തരം. ഓപ്ഷൻ ബി, ചാർക്കോൾ. ചാർക്കോൾ ആർ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീൽ. അല്ലെ, ഇത്തരത്തിൽ യൂണിഫോം ആയിട്ട് നമുക്ക് ബേണിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെ, യൂണിഫോം ആയിട്ട് ബേണിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ചാർക്കോൾ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീൽ ചാർക്കോൾ ഈസ് പ്രിഫേർഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം ബേണിംഗ്. അപ്പൊ ഫ്യൂവൽ എന്ന നിലയിൽ നമ്മൾ നിരവധി ഫ്യൂവൽസ് യൂസ് ചെയ്യാറുണ്ട്. കോൾ യൂസ് ചെയ്യാറുണ്ട്, ചാർക്കോൾ അല്ലെങ്കിൽ ലോ സൾഫർ കണ്ടന്റ് ആയിട്ടുള്ള ഫ്യൂവലൊക്കെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഫോർജ് ഫർണസ് ഫയർഡ് വിത്ത് പെട്രോളിയം ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഓയിൽ, കോള്, ചാർക്കോൾ, അങ്ങനെയുള്ള നിരവധി ഫ്യൂവലുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ യൂണിഫോം ആയിട്ടുള്ള ബേണിംഗ് കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ചാർക്കോൾ ആണ്, എസ്പെഷ്യലി ഫോർ ടൂൾ സ്റ്റീൽ. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഇഫ് ദ ഫോർജിങ് ടെമ്പറേച്ചർ ഈസ് ലോ, നമ്മൾ ഫോർജ് ചെയ്യുന്ന സമയത്ത് ഫോർജിങ് ടെമ്പറേച്ചർ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, കുറവാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഫോർജിങ് ടെമ്പറേച്ചർ ഈസ് ലോ, അവിടെ എന്ത് സംഭവിക്കും? ക്രാക്ക് ഓർ വർക്ക് ഹാർഡനിങ്. ഓപ്ഷൻ ബി, സ്കെയിലിംഗ് ഓൺ ദ ഔട്ടർ ലെയേഴ്സ്. ഓപ്ഷൻ സി, മെറ്റൽ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ്ഡ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ക്രാക്ക് ഓർ വർക്ക് ഹാർഡനിങ്. ഇത്തരത്തിൽ ഫോർജ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രാക്കുകൾ ഫോം ചെയ്യുന്നുണ്ടാകും. ചോദ്യം, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് എ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഈസ് ഡാഷ്. യെസ്, സംശയമൊന്നും വേണ്ട. ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന പ്രോസസ് ഏതാണ്? ഡ്രോയിങ് ഡൗൺ, സെറ്റിംഗ് ഡൗൺ, അപ്സെറ്റിംഗ്, കട്ടിംഗ് ഡൗൺ. ഉത്തരം അപ്സെറ്റിംഗ്. സംശയമൊന്നും ഇല്ലല്ലോ, അപ്സെറ്റിംഗ് ആണ് ഉത്തരം. മറ്റു ചോദ്യം, if the steel is heated beyond 1300 degrees Celsius it will dash. നമ്മൾ കണ്ടു 1300 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് സാധാരണ ഫോർജിങ്ങിന്. എന്നാൽ അതിന് മുകളിലേക്ക് തന്നെ എത്തിച്ചതിന് എന്ത് സംഭവിക്കും? യെസ്, അന്തിയും ബേൺ ചെയ്യും, അല്ലെ? കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് 1300 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കത്താൻ തുടങ്ങും, അല്ലെ? ഈ പറഞ്ഞ സ്റ്റീൽ തന്നെ കത്തി തുടങ്ങും. അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ താഴെ മെയിൻറ്റെയിൻ ചെയ്യാം, 1300 മുകളിലേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. സോ ബേൺ ആണ് ഉത്തരം. മറ്റു ചോദ്യം, ഫോർ സപ്പോർട്ടിംഗ് മെറ്റൽ വെൻ കട്ടിംഗ് ത്രൂ ചിസൽ വിച്ച് പാർട്ട് ഓഫ് ആൻവിൽ ഈസ് യൂസ്ഡ്? For supporting metal when cutting through chisel, which part of anvil is used? Option A, beak. Option B, face. Option C, table. Option D, tail. Yes, right answer ആണ്. So option C will be the right answer. That is table. Table അല്ലെങ്കിൽ chipping block എന്ന് പറയാറുണ്ട്. Table അല്ലെങ്കിൽ chipping block എന്ന് പറയാറുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടു. So table or chipping block. സ്റ്റെപ്പ് ബിറ്റ്വീൻ ഹോൺ ആൻഡ് ദ ഫേസ്. ഈ പറഞ്ഞ ഫേസിനും ഹോണിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോർഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ടേബിൾ അല്ലെങ്കിൽ ചിപ്പിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടാവുക. യൂസ്ഡ് ഫോർ കട്ടിംഗ് ടു അവോയ്ഡ് ഡാമേജിങ് ദ ഫേസ്. എല്ലായ്പ്പോഴും നമ്മൾ ഈ ഫേസ് യൂസ് ചെയ്തുകൊണ്ട് ഫേസിന് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചാണ് കട്ടിംഗ് നടക്കുന്നുണ്ടാവുക. സോ ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിപ്പിംഗ് ബ്ലോക്ക്. അപ്പൊ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, നോർമലി ഫേസ് മറ്റു ഓപ്പറേഷനിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. പക്ഷെ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ അറിയാണ്ട് ചിലപ്പോൾ ചിസൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഫേസിന്റെ ആ ഒരു സർഫസ് ഫിനിഷ് ഒക്കെ പോകും. അപ്പോൾ കൃത്യമായിട്ട് സർഫസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് ചെയ്യാറുണ്ട്. സോ അതിനെ വിളിക്കുന്ന പേരാണ്
ചിപ്പിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, ഇൻ ഫോർജിങ് ഡാഷ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ലാർജ് സൈസ് ബോൾട്ട്. ലാർജ് സൈസ് ബോൾട്ട് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഏത് പ്രോസസ് യൂസ് ചെയ്യുന്നു? അപ്സെറ്റിംഗ്, സ്വേജിങ്, ഹാമർ ഫോർജിങ്, റോൾ ഫോർജിങ്? സംശയമൊന്നും വേണ്ട, അപ്സെറ്റിംഗ് തന്നെയാണ്. ബോൾട്ടുകളൊക്കെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്സെറ്റിംഗ് പ്രോസസ്സാണ്, സംശയമൊന്നും വേണ്ട. ഫോർജിങ് പ്രോസസ് യൂസ് ടു മേക്ക് ലാർജ് സൈസ് ബോൾട്ടുകൾ, ബോൾട്ട് ഹെഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്സെറ്റിംഗ് ആണ് കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡ്യൂറിങ് ബെൻഡിങ്, ബെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ദ സ്ക്വയർ റോഡ് ഓഫ് എം എസ്, സ്ക്വയർ റോഡ് ഓഫ് എം എസ് അപ് ടു ഡാഷ് ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. ഇത്തരത്തിൽ അപ് ടു ഡാഷ് ക്യാൻ വിത്തൗട്ട് ഹീറ്റിംഗ് ട്വിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് തന്നെ ട്വിസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പൊ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എം എസ് റോഡിന്റെ സൈസ് 12 mm മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് മാക്സിമം 12 mm വരെ നമുക്ക് ഹീറ്റ് ചെയ്യാണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഉത്തരം എന്താ? ഓപ്ഷൻ എ, 12 mm. അപ്പൊ ഇതാണ് നമ്മുടെ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്. നമ്മളറിയാം, ഇത്തരത്തിൽ നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മൾ വർക്കുകളൊക്കെ ഇത്തരത്തിൽ കാണാറുണ്ട്, ട്വിസ്റ്റ് ചെയ്തെടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഹീറ്റ് ചെയ്യാണ്ട് അപ് ടു 12 mm വരെ മാത്രമേ നമുക്ക് അത് ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ക്വയർ റോഡ് ഓഫ് എം എസ് മൈൽഡ് സ്റ്റീൽ ആണ്, അപ് ടു 12 mm അല്ലെ. സ്ക്വയർ ആകുമ്പോൾ ഒരു സൈഡ് മതിയല്ലോ, 12 mm സൈഡ് ആയിട്ടുള്ള സ്ക്വയർ റോഡുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഹീറ്റിംഗ് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും, ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഡൾ റെഡ് കളറിലേക്ക് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൾ റെഡ് കളറിലേക്ക് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോറി. മറ്റു ചോദ്യത്തിലേക്ക് വരാം. സിംഗിൾ കണ്ടിന്യൂസ് സ്ക്യൂസിങ് ആക്ഷൻ ഈസ് പെർഫോംഡ് ഇൻ. സിംഗിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, കംപ്രസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രോസസ് ഏതാണ്? ഡ്രോപ്പ് ഫോർജിങ്, മെഷീൻ ഫോർജിങ്, പ്രസ് ഫോർജിങ്, റോൾ ഫോർജിങ്? യെസ്, ആൻസർ ആണ്, റൈറ്റ് ആൻസർ ആണ്. സോ ആൻസർ ഈസ് പ്രസ് ഫോർജിങ്, പ്രസ് ഫോർജിങ്. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. സോ ഇൻ പ്രസ് ഫോർജിങ് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഇത്തരത്തിൽ ഡൈസിന്റെ ഒക്കെ സഹായത്തോടുകൂടി നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈഡ്രോളിക് പ്രഷർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മൾ അതിനെ സ്ക്യൂസ് ചെയ്യുന്നുണ്ടാകും. സോ മെറ്റൽ ഈസ് ഷേപ്ഡ് നോട്ട് ബൈ മീൻസ് ഓഫ് സീരീസ് ഓഫ് ബ്ലോ അല്ലെ, ഇമ്പാക്ട് ചെയ്ത് ഇത്തരത്തിൽ ഹാമർ കൊണ്ട് സീരീസ് ഓഫ് ബ്ലോ കൊണ്ടല്ല അവിടെ നിർമ്മിക്കുന്നുണ്ടാവുക, ബട്ട് എ സിംഗിൾ കണ്ടിന്യൂസ് സ്ക്യൂസിങ് ആക്ഷന്റെ സഹായത്തോടുകൂടി ആയിരിക്കും അവിടെ ഫോർജിങ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, ദ ഹെഡിങ് ഈസ് എ കൈൻഡ് ഓഫ് വിച്ച് ഫോർജിങ് ഓപ്പറേഷൻ? ഹെഡിങ് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് വിച്ച് ഫോർജിങ് ഓപ്പറേഷൻ? പ്യൂസിങ്, എംബോസിങ്, അപ്സെറ്റിംഗ്, കോയിലിംഗ്? പ്രവീൺ, ശരണ, യദു. യെസ്, റൈറ്റ് ആൻസർ ആണ് അപ്സെറ്റിംഗ്. അപ്പൊ അപ്സെറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറെ അധികം ചോദ്യം അല്ലെ, പ്രധാനപ്പെട്ട ഒരു പ്രോസസ് തന്നെയാണ് അപ്സെറ്റിംഗ്. കുറെ അധികം ചോദ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹെഡിംഗ് ഈസ് എ കൈൻഡ് ഓഫ് അപ്സെറ്റിംഗ് പ്രോസസ്. മറ്റു ചോദ്യം, എ ലാർജർ ടേപ്പേർഡ് പഞ്ച് ഈസ് കോൾഡ് ഡാഷ്. എ ലാർജർ ടേപ്പേർഡ് പഞ്ച് ഈസ് കോൾഡ് ഹോളോ പഞ്ച്, ഡ്രിഫ്റ്റ്, റേക്ക്, പോക്കർ? യെസ്, യെസ്, പോക്കർ അല്ല. ശ്രദ്ധിച്ചേ, അത് ഡ്രിഫ്റ്റ് ആണ്, ഡ്രിഫ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ലാർജ് ടേപ്പേർഡ് ആയിട്ടുള്ള പഞ്ച് യൂസ് ചെയ്യുന്നുണ്ടാകും. അതിനെ വിളിക്കുന്നവരാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ്. സോ ഇത്തരത്തിലുള്ള റൗണ്ട് ഡ്രിഫ്റ്റുകൾ, സ്ക്വയർ ഡ്രിഫ്റ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ലാർജ് ടേപ്പേർഡ് പഞ്ച് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോക്കർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഹെർത്തിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടൂളാണ് പോക്കർ എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ? ഹെർത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് പോക്കർ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ആ ഒരു ഹെർത്തില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നീട് ഇവിടെ ഡ്രിഫ്റ്റ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഡ്രിഫ്റ്റ് ടേപ്പേർഡ് ആയിട്ടുള്ള
പഞ്ചാണ്. ബേസിക്കലി ലാർജ് ടേപ്പേർഡ് പഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് കേട്ടോ, ഡ്രിഫ്റ്റ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ദ ടൈപ്പ് ഓഫ് ടോൺസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ് ഹൊറിസോണ്ടലി. റൗണ്ട് റോഡ് ഹൊറിസോണ്ടലി. ശരൺ ഓക്കെ യെസ്, ഓപ്ഷൻ ബി റൗണ്ട് ടോൺസ്. പ്രവീൺ ഓപ്ഷൻ എ പറയുന്നുണ്ട് ഹോളോ ടോൺസ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ട്, ശ്രദ്ധിച്ചേ. അപ്പോ ഈ പറഞ്ഞ റൗണ്ട് റോഡുകൾ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടോണുകളാണ് ഹോളോയും റൗണ്ട് ടോണും. കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റ് ആണ്. റൗണ്ട് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള റോഡുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഹോളോ ആയാലും റൗണ്ട് ആയാലും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൊറിസോണ്ടലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഹോളോ ടോൺസ്. ഇത്തരം എന്താണ് ഹോളോ ടോൺസ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ മനസ്സിലാക്കാം. ഇത്തരത്തിൽ നമ്മളൊക്കെ അത് ഹൊറിസോണ്ടലി ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും സപ്പോർട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ടൂൾ ആയിരിക്കും ആ ഒരു ടോൺസ് എന്ന് പറയുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മളുടെ കമ്പോണന്റ് ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും സപ്പോർട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയായിരിക്കും അത് വെക്കുന്നുണ്ടാവുക. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇപ്പം റൗണ്ട് ആയിട്ടുള്ള വർക്കിനെ നമ്മളത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹോളോ ടോൺസ് എന്ന് വിളിക്കാം, ഹോളോ ടോൺസ്. എന്നാൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൗണ്ട് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്, പക്ഷെ വെർട്ടിക്കലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റൗണ്ട് ടോൺസ്. അപ്പൊ റൗണ്ട് ടോൺസും ഹോളോ ടോൺസും രണ്ടും സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്കുകൾ ഹോൾഡ് ചെയ്യുന്നു, പക്ഷെ ഒന്ന് ഹൊറിസോണ്ടൽ, രണ്ട് വെർട്ടിക്കൽ. ക്ലിയർ ആണോ? ഹൊറിസോണ്ടൽ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളോ H4 ഹൊറിസോണ്ടൽ കൊടുത്തിരുന്നാൽ മതി. എന്നാൽ വെർട്ടിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവും? റൗണ്ട് ടോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, സെറ്റ് ഹാമർ അല്ലെ, ഇത്തരത്തിലുള്ള ഹാമർ ഉണ്ട്, സെറ്റ് ഹാമറിന്റെ ഹെഡ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? 0.8% കാസ്റ്റൈൻ ആണോ? ശ്രദ്ധിക്കുക, 0.8% ആണ്. കാസ്റ്റൈൻ ആണോ? ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ 0.8% കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.8% കാർബൺ സ്റ്റീൽ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. കാസ്റ്റൈൻ പൊട്ടിപ്പോവും, നമുക്കറിയാലോ. തന്നെയല്ല, കാർബൺ പെർസെന്റേജ് 0.8% അല്ല, കാസ്റ്റൈൻ നമുക്ക് അബൌട്ട് 2%. ഓക്കെ, ഓപ്ഷൻ സി 0.8% കാർബൺ സ്റ്റീൽ. ഇത്തരത്തിലുള്ള സെറ്റ് ഹാമർ മെയ്ഡ് ഔട്ട് ഓഫ് 0.8% കാർബൺ സ്റ്റീൽ. റൈറ്റ് ആംഗിൾ ഷോൾഡർ, ഇത്തരത്തിലൊക്കെ റൈറ്റ് ആംഗിൾ ഷോൾഡർ ഒക്കെ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്നു. മറ്റൊരു ചോദ്യം, ഷവൽ ഈസ് മെയ്ഡ് ഓഫ്. ഷവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോരി പോലൊക്കെ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ കോരി, അതായത് ഈ പറഞ്ഞ ഫ്യൂലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ, കരിയൊക്കെ ചാർക്കോളൊക്കെ കോരിയിടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷവൽ ഉണ്ട്, കോരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഷവല് നിർമ്മിച്ചിരിക്കുന്ന ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? യെസ്, കാസ്റ്റ് അയൺ പ്ലേറ്റ്, ടൂൾ സ്റ്റീൽ ഷീറ്റ്, മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്, GI ഷീറ്റ്. യെസ്, അപ്പോ യെസ്, മനീഷ് ഡി, ഓപ്ഷൻ ഡി. GI ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ആണ്. അതുപോലെ തന്നെ ഷവൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ഉത്തരം വരിക ഓപ്ഷൻ ബി ടൂൾ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് സംഗതി. ഷവൽ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ടൂൾ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ കോളൊക്കെ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെർത്ത് ക്ലീൻ ചെയ്യാൻ, കോളൊക്കെ കൂട്ടിയിടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഷവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്നും ഈ ആഷസ് ഒക്കെ വാരി മാറ്റുന്നതിനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അത് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ലെങ്തും വിഡ്ത്തുമായിട്ടാണെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ടൂൾ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റു ചോദ്യം ഓക്കെ ആണെന്ന് കരുതുന്നു, കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൽ. മറ്റു ചോദ്യം, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്റ്റീൽ ബിക്കം യെല്ലോ കളർ. യെസ്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്റ്റീൽ ബിക്കം യെല്ലോ കളർ. 600 ഡിഗ്രി സെൽഷ്യസ് അതാണെങ്കിൽ റെഡ് കളർ ആയിരിക്കും.
1300 എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ വൈറ്റ് കളറിലേക്ക് മാറുന്നുണ്ടാകും. ഓപ്ഷൻ സി 1100 എന്ന് പറയുമ്പോൾ അത് യെല്ലോ കളറിലേക്ക് മാറുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ 1600 പോകത്തില്ല, മാക്സിമം 1300 ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 1100 നമ്മളുടെ യെല്ലോ കളറിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ 500°C ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു ഡൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ കിട്ടും. പിന്നീട് 600°C റെഡ് കളർ, പിന്നീട് ഏകദേശം 600, പിന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ റെഡ് ആണ്. റെഡ് തന്നെ ഡള്ള്, അതുപോലെ തന്നെ ബ്രൈറ്റ് ചെറിയ റെഡ് വരും. ഒരു 1000°C ഒക്കെ ആകുമ്പോൾ അതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ചെറിയ റെഡ് വരും. ചെറി റെഡ്. ഓക്കെ, 1000°C ആകുമ്പോൾ ഏകദേശം ബ്രൈറ്റ് ആയിട്ടുള്ള ചെറിയ റെഡ്. 1000 കഴിഞ്ഞാൽ ഒരു 1100, പിന്നെ ഒരു 1200, അപ്പൊ യെല്ലോ വൈറ്റിഷ് ആയിട്ടുള്ള 1200 ആകുമ്പം 1200°C ആകുമ്പം യെല്ലോ വൈറ്റ് ആയിട്ടുള്ള കളർ വരും. പിന്നീട് അവസാനമായിട്ട് അത് വൈറ്റ് ആയിട്ട് മാറും 1300. അപ്പോൾ ഈ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ കളർ അനുസരിച്ചായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ ഏകദേശം ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നാൽ മതി. യെല്ലോ കളർ 1100, മാക്സിമം വൈറ്റ് ആണ് 1300, മിനിമം ഒരു ഏകദേശം 500 ഒക്കെ ആകുമ്പോൾ അത് ബ്രൗൺ, റെഡ് ആവുന്നത് 600°C. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, the excess material that flows out of die cavity during forging process. Excess material that flows out of die മറ്റൊരു ചോദ്യം, the process of concentrating material using a concave shaped open die. Concave shaped open die. This process is called. നമ്മൾ മെറ്റീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു കോൺകേവ് ഷേപ്പ്, കുറച്ച് മെറ്റീരിയൽ ഈ ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺകേവ് ഷേപ്പ്ഡ് ഡൈസ് യൂസ് ചെയ്യുന്നുണ്ടാകും, ഓപ്പൺ ഡൈ യൂസ് ചെയ്യുന്നുണ്ടാകും. അതിനെന്താ വിളിക്കുക? ഓപ്ഷൻ എ റോളിംഗ്, ഓപ്ഷൻ ബി എഡ്ജിങ്, ഓപ്ഷൻ സി വെൻഡിങ്, ഓപ്ഷൻ ഡി ഡ്രാഫ്റ്റിംഗ്. യെസ്, ഇവിടെ ഉത്തരം വരിക എഡ്ജിങ് പ്രോസസ് ആണ് കേട്ടോ, എഡ്ജിങ്. ഓപ്ഷൻ ബി എഡ്ജിങ് ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഡൈ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ ഏരിയയിലേക്ക് മെറ്റലിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ. സോ edging is a forging process used to control the flow of material by concentrating it in a specific area of workpiece. ഒരു വർക്ക് പീസിന്റെ സ്പെസിഫിക് ഏരിയയിലേക്ക് കൂടുതൽ മെറ്റീരിയലിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോൺകേവ് ഷേപ്ഡ് ഡൈയുടെ സഹായത്തോട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എഡ്ജിങ് ക്ലിയർ അല്ലേ? ഓക്കെ 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 എഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് മെറ്റൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നീട് അത് മറ്റു പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബെൻഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ കുറച്ച് റിജിഡിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ അവിടെ സ്പേസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബെൻഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആദ്യം എഡ്ജിങ് ചെയ്തതിന് ശേഷമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ചോദ്യം, ഡിഫക്റ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ അപ്സെറ്റിംഗ് ഓപ്പറേഷൻ ഇൻ ഫോർജിങ്. അപ്സെറ്റിംഗ് ഓപ്പറേഷനിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ഫോൾഡ്, ഓപ്ഷൻ ബി സാഗ്, ഓപ്ഷൻ സി ലാപ്പ്, ഓപ്ഷൻ ഡി ഇന്റേണൽ ക്രാക്ക്. യെസ്, ഓപ്ഷൻ എ ഫോൾഡ് ആണ് അല്ലെ. ഫോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് എവിടെ ഉണ്ടാകാറുണ്ട്? അപ്സെറ്റിംഗ്. അപ്പം ഡിഫക്റ്റിനെ അപ്സെറ്റിംഗ്, ഓരോതിലുള്ള ഡിഫക്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം.
ബക്ലിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു. ഫോൾഡ്, സർഫസ് ആൻഡ് ഇന്റേണൽ ക്രാക്സ് വരുന്നുണ്ട്. സോ ഫോൾഡ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ഡിഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എവിടെ? നമ്മളുടെ അപ്സെറ്റിംഗ് അല്ലേ. സോ ഈ ഫോൾഡ് എന്ന് പറയുന്നത് മറ്റെങ്ങും നമ്മൾ കാണുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അപ്സെറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഫോൾഡ് എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, ടോൺസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ബോൾട്ട്, റിവറ്റ്, അതർ വർക്ക്, സർക്കുലർ സെക്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺസ് ഏതാണ്? Okay. Tons widely used for holding bolt, rivet, other work, circular section. Option A കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റ്, ഓപ്ഷൻ ബി ഗാഡ്, ഓപ്ഷൻ സി സ്ട്രേറ്റ് ലിപ്ഡ് ഫ്ലൂട്ടഡ്, ഓപ്ഷൻ ഡി റിംഗ്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് റിംഗ്. റിംഗ് ടോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. റിംഗ് ടോൺസ്. ഓക്കെ, ഞാൻ പറയാം. റിംഗ് ടോൺസ് അപ്പോൾ നോക്കി, പ്രധാനമായിട്ടും ടോൺസുകൾ പ്രധാനമായിട്ട് ഷേപ്പിനനുസരിച്ച് സ്ട്രേറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് ഉണ്ട്, റിവറ്റ് ഓർ റിംഗ് ടോൺസ് ഉണ്ട്, ഫ്ലാറ്റ് ടോൺസ് ഉണ്ട്, ഗാഡ് ടോൺസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. ഗാഡ് ടോൺസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹോൾഡിംഗ് ജനറൽ പിക്കപ്പ് വർക്ക്, ഏതർ സ്ട്രേറ്റ് ഓർ ടേപ്പഡ്. ജനറൽ പിക്കപ്പ് വർക്കിന് യൂസ് ചെയ്യുന്നതാണ് ഗാഡ്. നമ്മൾ സാധാരണയൊക്കെ ഇങ്ങനെ ഒരു ഗാഡ് ടോൺസ് കണ്ടാറുണ്ട് അല്ലേ. നമ്മൾ അടുക്കളയൊക്കെ ഇത്തരത്തിലുള്ള സാധനം നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഗാഡ് ടോൺസ് എന്നാണ് വിളിക്കുക. ചൂടായിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ജനറൽ പിക്കപ്പ് വർക്കിനാണെന്നുണ്ടെങ്കിൽ ഗാഡ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ജനറൽ പിക്കപ്പ് വർക്കിന് യൂസ് ചെയ്യുന്ന ഗാഡ്. ഫ്ലാറ്റ് ടോൺസ്, ഇപ്പൊ സംശയം വന്നത് ഫ്ലാറ്റ് ടോൺസ് ആണ്. അപ്പൊ ഒന്നുമില്ല, റെക്ടാങ്കുലർ ഹോൾഡിംഗ് റെക്ടാങ്കുലർ സെക്ഷൻസ്, സാധാരണ പ്ലേറ്റുകൾ, ഇത്തരത്തിലുള്ള പ്ലേറ്റുകളൊക്കെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള പ്ലേറ്റുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ടോൺസ്. റിവറ്റ് ടോൺസ് അല്ലെങ്കിൽ റിംഗ് ടോൺസ് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ നോക്കി, ഈ പറയുന്ന ചെറിയ റിവറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റൗണ്ട് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവറ്റ് അല്ലെങ്കിൽ റിംഗ് ടോൺസ് എന്നറിയപ്പെടുന്നു. സ്ട്രെയിറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് ടോൺസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ, സർക്കുലർ, ഹെക്സഗണൽ ബാർ സ്റ്റോക്കുകൾ, ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലിപ്പ് ഫ്ലൂട്ടഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ടോൺസുകളാണ് ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഫോർജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. പിന്നീട് നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ റൗണ്ട് അല്ലെങ്കിൽ ഹോളോ ടോൺസുകളൊക്കെ നമ്മൾ കണ്ടു. അതും അതിന്റെ പ്രത്യേകതയും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ അല്ലേ? പ്രവീണ, അനീഷ്, യദു, ഓക്കെ. അത് ഓർത്തിരുന്നാൽ മതി. സോ അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി റിംഗ് ടോൺസ് ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, ചിസൽസ് ആർ മെയ്ഡ് വിത്ത് ഹൈ കാർബൺ സ്റ്റീൽ, ക്രോം വനേഡിയം സ്റ്റീൽ, ബോത്ത് എ ആൻഡ് ബി, കാസ്റ്റ് അയൺ. യെസ്, കറക്റ്റ് ആണ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ചിസൽസ് ആർ മെയ്ഡ് വിത്ത് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. സോ മേഡപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഹോട്ട് ചിസലും ഉണ്ട്, കോൾഡ് ചിസലും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു. ഹോട്ട് ആണെന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആയിരുന്നു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്? ഹോട്ട് ചിസൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി. കോൾഡ് ചിസൽ ആണെങ്കിൽ 60 ഡിഗ്രി. ഫൈൻ. ഇത്രയാണ് നമ്മുടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ സിലബസിൽ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് ഫോർജ്, റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഫോർജിങ് ഹാൻഡ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, ആൻവില്, ഫോർജിങ് ഓഫ് സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഫോർജിങ് ഓപ്പറേഷൻ, ഡിഫക്ട് ഇൻ ഡ്രോയിങ് ഔട്ട്, ഡിഫക്റ്റിംഗ് അപ്സെറ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? ഫോർജിങ്ങിൽ നമുക്ക് 10 മാർക്ക് കിട്ടത്തില്ലേ? ഡൗട്ട് വരുമോ? ഓക്കെ. ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ചെറിയ മൊഡ്യൂളാണ്. 10 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. സോ അത് വിട്ടുകളയരുത്, ശ്രദ്ധിച്ചു ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് മൊഡ്യൂളാണ്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഷീറ്റ് മെറ്റലാണ്. ഷീറ്റ് മെറ്റലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ്, 2 ലൈനേ ഉള്ള ആ കൂടി. ഓക്കെ, ഇത്തരത്തിൽ ഷീറ്റ് മെറ്റൽ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം, ക്വസ്റ്റിലേക്ക് പോകാം ഡയറക്റ്റ്. ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് സ്നിപ്പ്? സ്നിപ്പിന്റെ മറ്റൊരു പേരെന്താണ്? കട്ടർ, ഹാൻഡ് ഷിയർ, സിസർ, ബ്ലേഡ്.
യെസ്, കറക്റ്റ് ആണ്. ഹാൻഡ് ഷിയർ അല്ലെ, ഹാൻഡ് ഷിയർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലെ. സിസർ തരത്തിൽ സ്നിപ്പിന് പരമായിട്ട് യൂസ് ചെയ്യുന്ന അതായത് നമ്മൾ ഈ പറഞ്ഞ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്നിപ്പ്. സ്നിപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാൻഡ് ഷിയർ എന്ന് പറയുന്നത്. ഹാൻഡ് ഷിയർ എന്ന് പറയുന്നത് ഷിയർ അല്ലെ. അപ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ദ സൈസ് ഓഫ് വിങ് കോമ്പസ്, ദ സൈസ് ഓഫ് വിങ് കോമ്പസ് റേഞ്ചസ് ബിറ്റ്വീൻ, the size of ring compass wing compass ranges between, yes, right answer ആണ് 50 മുതൽ 200 mm വരെയാണ്. 50 മുതൽ 200 mm വരെയാണ് നമ്മളുടെ ആ ഒരു സൈസ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. സൈസ് ഓഫ് വിങ് കോമ്പസ് റേഞ്ചസ് ബിറ്റ്വീൻ 50 to 200 mm. അപ്പൊ ഇതാണ് നമ്മുടെ വിങ് കോമ്പസ്. ഇത്തരത്തിലുള്ള ഒരു വിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ അതിനകത്തേക്കായിരിക്കും നമ്മളത് ടൈറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ വിങ് കോമ്പസിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മുതൽ നമ്മളുടെ ആ ഒരു റിവറ്റിന്റെ സെന്റർ വരെയുള്ളതാണ് നമ്മൾ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് മുതൽ, ദറ്റ് ഈസ് പോയിന്റ് ടു ദ സെന്റർ ഓഫ് ദ റിവറ്റ് അല്ലെ, യഥാർത്ഥത്തിൽ ആ ഒരു പോയിന്റ് മുതൽ ആ ഒരു റിവറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് സൈസ് ഓഫ് വിങ് കോമ്പസ് കിട്ടുന്നുണ്ടാവുക. ആ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിവൈഡറിലൊക്കെ ഉള്ള അതേ സൈസ് തന്നെയാണ്. 50 മുതൽ 200 mm ആണ് സ്റ്റാൻഡേർഡ് സൈസ്. ഓക്കെ, ഡിവൈഡറിന്റെ ഒക്കെ ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം, 50 മുതൽ 200 mm. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഇൻസ്ട്രുമെന്റ് is used to scribe a circle or arc with a large diameter which cannot be scribed by wing compass? Wing compass കൊണ്ട് വരയ്ക്കാൻ സാധിക്കാത്ത വളരെ വലിയ ഡയമീറ്ററുകളുള്ള സർക്കിളുകൾ, ആർക്കൊക്കെ സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? യെസ്, ബീം കോമ്പസ് എന്നറിയപ്പെടുന്ന ട്രാമൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ട്രാമൽ റൈറ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ്, ട്രാമൽ ആണ് അല്ലെ. സോ ബീം കോമ്പസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ട്രാമൽ എന്നറിയപ്പെടുന്ന ആ ഒരു ടൂളാണ് ഇത്തരത്തിൽ സർക്കിളുകൾ, ആർക്കൊക്കെ വളരെ വലിയ ഡയമീറ്റർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, ലാർജ് ഡയമീറ്റർ നമ്മളെ സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഉത്തരമാണ്. മറ്റൊരു ചോദ്യം, നോർമൽ ആക്യുറസി ഒബ്റ്റൈനബിൾ when marking out with the divider and trammel is within dash of true dimension. Normal accuracy obtainable when marking out with the dividers and trammel is within dash of true dimension. Option A 0.15 mm, option B 15. or conical working shape. അവിടെ ഇടാണ്. ഓക്കെ ആണോ? ഇപ്പം ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് സ്നിപ്പ്? സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീനൊക്കെ വിസിബിൾ ആണ്, വോയിസ് കുഴപ്പമില്ലല്ലോ. സ്ക്രീൻ വിസിബിൾ ആവുന്നില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ.
സ്ക്രീൻ ഓക്കെ സ്ക്രീൻ ഓക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ഓക്കെ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാമോ? അപ്പോൾ പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അതായത് നമ്മൾ ട്രാമൽ അല്ലെങ്കിൽ ഡിവൈഡർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന നോർമൽ ആക്യുറസി ഒബ്റ്റൈനബിൾ വെൻ marking out with dividers and the trammel is within 0.15 mm of two dimension. Within 0.15 mm of two dimension. So option A ആണ് നമ്മുടെ ഉത്തരം. സോ അത് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Which type of snip is used for trimming cylindrical or conical work in sheet metal? Which type of snip? ഏതായിരിക്കും? Yes. Bend. Previous year question ആണ്. Bend snip. Which type of snip is used for trimming cylindrical or conical work in sheet metal എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ബെൻഡ് സ്നിപ്പ് ആണ് ഉത്തരമായിട്ട് വരിക. ബെൻഡ് സ്നിപ്പ് ആർ യൂസ്ഡ് ടു കട്ട് ഇൻസൈഡ് കർവ് ഓർ ട്രിമ്മിങ് ദ കർവ്ഡ് എഡ്ജസ്. അതായത് ഇത്തരത്തിലുള്ള കർവ്ഡ് സർഫസുകൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ബെൻഡ് സ്നിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊരു ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് മാലറ്റ് are used for hollowing, panel beating, etc. Previous question ആണ്. Which type of mallet are used for hollowing, panel beating, etc. Option A standard wooden mallet, option B bossing mallet, option C end faked, option D general purpose mallet. Yes, right answer. Bossing mallet. അപ്പോൾ ഇത്തരത്തിൽ bossing mallet used for hollowing, panel beating, end faked used for stretching, hammering, rawhide hammer used for general sheet metal forming operation. Okay, അങ്ങനെയുള്ള നിരവധി മാലറ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം. Which tool is used where deeper lines are to be marked? Previous year question. Which tool is used where deeper lines are to be marked? ഡീപ്പർ ആയിട്ടുള്ള ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എ സ്റ്റീൽ സ്ക്വയർ, ഓപ്ഷൻ ബി സ്ക്രൈബർ, ഓപ്ഷൻ സി സ്ക്രാച്ച് ഔൾ, ഓപ്ഷൻ ഡി ഡിവൈഡർ. യെസ് റൈറ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ്. ഓപ്ഷൻ സി സ്ക്രാച്ച് ഔളിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ഡീപ്പർ ലൈൻസുകൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം. വിച്ച് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യെസ്, സംശയം വേണ്ട, ലെഡ് ഷീറ്റ്. ഇപ്പം കെമിക്കൽ സബ്സ്റ്റൻസുകൾ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസിഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളൊക്കെ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഷീറ്റ് മെറ്റൽ ആണ് ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ആർ ദ ഷീറ്റ് മെറ്റൽ വർക്കർ ആൻവിൽ യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ്, ഫോമിങ്? ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്നറിയപ്പെടുന്ന ടൂൾ ഏതാണ്? യെസ്, സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ ബി സ്റ്റേക്ക്. അപ്പൊ സ്റ്റേക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്ന് വിളിക്കുന്നത് സ്റ്റേക്സിനെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. റൗണ്ട് ബോട്ടം സ്റ്റേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് വെൻ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് മെറ്റൽ? യെസ്, which type of stake is used when making small diameter tube with a thin gauge metal? Is right answer ആണ് creasing iron stake ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, ഓപ്ഷൻ സി creasing iron stake. അപ്പോൾ creasing iron stake ഈ ചിത്രത്തിൽ കാണുന്നതാണ് creasing iron stake. കുറച്ച് പോർഷൻ സർഫസ് പ്ലെയിൻ സർഫസ് ഉണ്ടാകും, പിന്നീട് കുറെ ഗ്രൂവുകൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പൊ ഈ ഗ്രൂവുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടാവുക, ബെൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തിൽ പ്രത്യേകത, സ്റ്റേക്ക് ഹാസ് 2 റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോൺ, വൺ ഈസ് പ്ലെയിൻ. ഇതിൽ 2 റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോൺ ഉണ്ട്. ഒന്ന് പ്ലെയിൻ ആണ്, സർഫസ് പ്ലെയിൻ ആണ്, പിന്നീടുള്ളത് ഗ്രൂവുകൾ കൂടിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്രീസിംഗ് അയൺ സ്റ്റേക്ക് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരീസ് ഓഫ് ഗ്രൂവ് സ്ലോട്ട്സ് ഇൻ വേരിയസ് സൈസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് മെറ്റൽ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഓർത്തിരിക്കാം. മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് മെറ്റൽ ആണ് ക്രീസിംഗ് അയൺ സ്റ്റേക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം. Which type of stake is used for making sharp bend, folding the edges, forming boxes,
പാൻ ബൈ ഹാൻഡ്. ബൈ ഹാൻഡ് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡിങ് ദ എഡ്ജസ്, ഫോമിംഗ് ബോക്സസ്, ഷാർപ്പ് ബെൻഡുകളൊക്കെ നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേക്ക് ഏതാണ്? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഫണൽ സ്റ്റേക്ക്, ബീക്ക് അയൺ, ഹാച്ച് സ്റ്റേക്ക്, ടിൻമാൻസ് ഹോഴ്സ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാച്ചറ്റ് സ്റ്റേക്ക്. ഹാച്ചറ്റ് സ്റ്റേക്ക്. ഓപ്ഷൻ സി, ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഹാച്ചറ്റ് സ്റ്റേക്ക് എന്താ? അപ്പൊ നിരവധി സ്റ്റേക്കുകൾ, പ്രധാനമായിട്ടും സ്റ്റേക്ക്, അങ്ങനെ യൂസ് ചെയ്യുന്ന ടൂളുകൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വളരെ ചെറിയ മൊഡ്യൂളാണ്, സോ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതിനകത്ത് നിന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഹാച്ചറ്റ് സ്റ്റേക്ക് ഷാർപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് എഡ്ജ് ആണ്, അല്പം ബിവൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറച്ച് പോർഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഷാർപ്പ് ബെൻഡുകൾ, ഫോൾഡിംഗ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോമിംഗ് ബോക്സസ്, പാൻസ് ബൈ ഹാൻഡ്. ഓക്കെ, നമ്മൾ സഹായിക്കുന്നു അല്ലെ. സോ ഉത്തരം ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ് കേട്ടോ, ഹാച്ചറ്റ് സ്റ്റേക്ക്. മറ്റേ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്? വിച്ച് ടൈപ്പ് ഓഫ് സീം യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്? ഇപ്പൊ പാനലിംഗ് ജോയിന്റ്, റൂഫിംഗ് ജോയിന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ലാപ്പ് സീം, ഓപ്ഷൻ ബി ഗ്രൂവ്ഡ് സീം, ഓപ്ഷൻ സി ഡബിൾ സീം, ഓപ്ഷൻ ഡബിൾ ഗ്രൂവ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഡബിൾ ഗ്രൂവ്ഡ് സീം. ഡബിൾ ഗ്രൂവ്ഡ് സീം. ഇത്തരത്തിലുള്ള ഡബിൾ ഗ്രൂവ്ഡ് സീമുകളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? റൂഫിംഗ് അല്ലെങ്കിൽ പാനലിംഗ് വർക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത് നോക്കിയാൽ മതി. ഇത്തരത്തിൽ വിഡ്ത്ത് ഓഫ് ദ ക്യാപ്പിംഗ്, ഇതിന് നമ്മൾ ക്യാപ്പിംഗ് സ്ട്രിപ്പ് എന്ന് പറയാം. ഈ ക്യാപ്പിംഗ് സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രീതി എന്താണ്? ദാറ്റ് ഈസ് width of the edges plus 4 times the thickness of the metal. Width of the fold edge അല്ലെ, ഇത്തരത്തിൽ ഒരു ഫോൾഡ്, that is 2 times. അത് ഇതാണ് നമ്മുടെ 2W plus 4 times the metal thickness ആയിരിക്കും ഉത്തരം വരുന്നത്. 2W plus 4 times the thickness ആയിരിക്കും കറസ്പോണ്ടിങ് അതിന്റെ ടോട്ടൽ ക്യാപ്പിംഗ് വിഡ്ത്ത് വരുന്നുണ്ടാവും. ഓക്കെ, ഓർത്തുന്നാൽ മതി. നമ്മൾ ബന്ധപ്പെട്ട് മറ്റേ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് സീം ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഈ പറഞ്ഞ ഷീറ്റ് മെറ്റൽ വർക്കിൽ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സീമുകൾ ലോക്ക് ചെയ്യുന്നുണ്ടാവുക? ഗ്രൂവർ, സോൾഡറിങ്, റിവറ്റിങ്, സീമിങ്. യെസ്, യെസ്, എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഗ്രൂവർ ആണ് അല്ലെ. ഗ്രൂവർ, ഹാൻഡ് ഗ്രൂവറുകൾ ഉണ്ടാകും. ഗ്രൂവറുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിൽ സീമുകളൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ടാവുക, ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് മെറ്റൽ ഈസ് ദ ചീപ്പസ്റ്റ്? വളരെ ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഏതാണ്? ബ്ലാക്ക് അയൺ, ലെഡ് ഷീറ്റ്, ടിൻ ഷീറ്റ്, അലുമിനിയം ഷീറ്റ്. യെസ്, ബ്ലാക്ക് അയൺ ഷീറ്റ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ബ്ലാക്ക് അയൺ ഷീറ്റ് ആണ്. ഏറ്റവും ലോ കോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റാണ് ബ്ലാക്ക് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, സ്നിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ഓവറോൾ ലെങ്ത്, ദ ഷേപ്പ് ഓഫ് ബ്ലേഡ്, ദ മാക്സിമം ലെങ്ത് ഓഫ് സ്നിപ്പ് അവൈലബിൾ. നമുക്കറിയാം, സ്നിപ്പുകൾ സ്പെസിഫൈ ചെയ്യുന്നത് ഓവറോൾ ലെങ്തും ബ്ലേഡിന്റെ ഷേപ്പുമാണ്. മാക്സിമം ലെങ്ത് ഓഫ് സ്നിപ്പ്, സ്നിപ്പിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി, 400 mm. അപ്പൊ മാക്സിമം 150 മുതൽ 400 mm വരെയൊക്കെയാണ് സാധാരണ നമുക്ക് ആ ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സ്പെസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, സ്ട്രെയിറ്റ് സ്നിപ്പ് ഉണ്ട്, ബെൻഡ് സ്നിപ്പ് ഉണ്ട്. സ്നിപ്പ് ആർ അവൈലബിൾ ഇൻ ഓവറോൾ ലെങ്ത് 150 mm മുതൽ 400 mm വരെ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സ്നിപ്പിന്റെ സൈസ് എത്രയാണെന്നുള്ള ഒരു ഐഡിയ വേണം. നമ്മൾ നേരത്തെ കണ്ടു, മറ്റ് ടൂളുകളുടെയൊക്കെ സൈസ് ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, മറ്റു ചോദ്യം, ടിൻമാൻസ് ഷിയർ ഈസ് സംടൈംസ് കോൾഡ് ഡാഷ്? സ്ട്രെയിറ്റ് ഷിയർ, പൈപ്പ് ഷിയർ, സ്കോച്ച് ഷിയർ, ബ്ലോക്ക് ഷിയർ. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് പ്രവീണെ. അത് സ്കോച്ച് ഷിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ടിൻമാൻ ഷിയറിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്? അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരെ? ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ഷിയർ ആണ്, സ്ട്രെയിറ്റ് ഷിയർ. അപ്പോൾ ടിൻമാൻ ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്ട്രെയിറ്റ് ഷിയർ ആണ്. മറ്റൊരു പേരാണ് സ്ട്രെയിറ്റ് ഷിയർ. ടിൻമാൻ ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രെയിറ്റ് ഷിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നെവർ ഗ്രൈൻഡ് ദ ഫേസ് ഓഫ് ദ ബ്ലേഡ്. ബ്ലേഡിന്റെ ഫേസ് ഒരിക്കലും ഗ്രൈൻഡ് ചെയ്യരുത്, കാര്യം അതിന്റെ ആംഗിൾ പോകും, ബ്രേക്ക് ആംഗിൾ പോകും. സോ അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യരുതെന്ന് പറയുന്നു. നമുക്ക് അതിലേക്ക് വരാം. മറ്റു ചോദ്യമാണ്, ഗിൽബോ ഷിയർ ഓർ ഓൾസോ കോൾഡ്
Gilboa shear is also called universal combination shear, pipe shear, Scotch shear, block shear. Yes, Praveen correct ആണ്. ഇത് correct ആണ്. Universal combination shear. Yes, Sharan. യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗിൽബോ ഷിയർ എന്ന് പറയുന്നത്. ഗിൽബോ ഷിയർ, ഗിൽബോ ഷിയർ ആണ്. സോ യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പേരുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ഷിയർ ഇൻ വിച്ച് ഹാൻഡിൽസ് ആർ ഫോംഡ് ആസ് ഐ ഹോൾ ടു ഗിവ് എക്സ്ട്രാ ഗ്രിപ്പ് ടു ദ ഹാൻഡ്സ് ആൻഡ് യൂസ്ഡ് ഫോർ സ്ട്രേറ്റ് കട്ടിങ്. സ്ട്രേറ്റ് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന, നമ്മൾ കൈയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ട്രാ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഷിയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്കോച്ച് ഷിയർ. സ്കോച്ച് ഷിയർ, ഇതാണ് നമ്മുടെ സ്കോച്ച് ഷിയർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പ്രവീൺ ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ടിൻമാൻസ് ഷിയർ. അപ്പൊ ടിൻമാൻസ് ഷിയർ എന്താണോ ചെയ്യുന്നത് കാര്യം, അത് സ്ട്രേറ്റ് ഷിയർ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രേറ്റ് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഷിയർ ആണ് സ്കോച്ച് ഷിയർ. അല്ലാതെ സ്കോച്ച് ഷിയറിന്റെ മറ്റൊരു പേരല്ല ടിൻമാൻ ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ പ്രവീൺ? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നേരത്തെ ഒരു ഡൗട്ട് വന്നത് പ്രവീണിന്. അപ്പൊ അത് വരരുത് ഇനി ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ അങ്ങനെ വരരുത്. കാര്യം ടിൻമാൻ ഷിയറിന് എന്താണോ ചെയ്യുന്നത് യൂസ്ഡ് ആസ് ടിൻമാൻ ഷിയർ. ടിൻമാൻ ഷിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്കോച്ച് ഷിയർ എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പൊക്കെ കിട്ടുന്ന രീതിയിലുള്ള, നമുക്ക് കുറച്ചുകൂടെ ഹാൻഡ്ലിംഗ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. സോ അതാണ് സ്കോച്ച് ഷിയർ. The type of shear used for mass production. The type of shear used for mass production. Yes, type of shear used for mass production. Option A, universal combination shear, pipe shear, Rhodes, അതുപോലെ തന്നെ block shear. Yes. So ഇവിടെ എത്ര എന്താ വരാ? Option D തന്നെയാണ്. ബ്ലോക്ക് ഷിയർ ആണ് വരുന്നുണ്ട്. ബ്ലോക്ക് ഷിയർ. So block shear is used in mass production purpose. So block shear is used in mass production purpose. അതായത് ഒന്നുമില്ല, ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പോർഷൻ, ബെൻഡ് ചെയ്ത പോർഷൻ നമ്മൾ ആ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് മാസ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഹിയർ യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ദ ബെൻഡിങ് portion should be fixed on the iron plate hole and upper handle will be held by worker. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ അയൺ പ്ലേറ്റ് ഹോളിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഹാൻഡ് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ മാസ് പ്രൊഡക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നു. മറ്റു ചോദ്യം, ടിൻമാൻസ് ഷിയർ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഷിയർ ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 20 SWG, 10 SWG, 25 SWG, 18 SWG. യെസ്, ടിൻമാൻ ഷിയർ സാധാരണ ഷിയർ അല്ല. ടിൻമാൻ ഷിയർ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 18 SWG ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ് ടു 18 SWG. സോ ടിൻമാൻ ഷിയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രേറ്റ് കട്ട് ലാർജ് എക്സ്റ്റേണൽ കർവ് അപ് ടു തിക്നെസ് 18 SWG. കട്ടിംഗ് എഡ്ജ് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 87 ഡിഗ്രിയാണ് കട്ടിംഗ് എഡ്ജിന്റെ ആംഗിൾ അല്ലെങ്കിൽ ഷിയർ ആംഗിൾ. കട്ടിംഗ് ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയുന്നത് എത്രയാണ്? 87. പൊതുവെ എല്ലാം 87 ഡിഗ്രിയാണ്. ഓർത്തിരുന്നാൽ മതി, 87 ഡിഗ്രിയാണ് നമ്മൾ ഓർത്തിരിക്കാം. നെവർ ഗ്രൈൻഡ് ദ ഫേസ് ഓഫ് ബ്ലേഡ് അല്ലെ, പറഞ്ഞ ആ ഒരു ബ്ലേഡിന്റെ ഫേസ് ഗ്രൈൻഡ് ചെയ്യരുത്, കാര്യം കട്ടിംഗ് എഡ്ജ് ആംഗിൾ മാറും. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ഇൻ എ സ്ട്രെയിറ്റ് സ്നിപ്പ് ദ കട്ടിംഗ് ആംഗിൾ ഈസ് എത്രയാണ്? ഓക്കെ, ഇവിടെ വ്യത്യാസമൊന്നുമില്ല. സോറി, സ്ട്രെയിറ്റ് സ്നിപ്പ് കട്ടിംഗ് ആംഗിൾ ഈസ് 87 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് സ്നിപ്സിൽ കട്ടിംഗ് ആംഗിൾ വരുന്നുണ്ടാവുക 87 ഡിഗ്രിയാണ്. 87 ഡിഗ്രി. ഓക്കെ ഫൈൻ. സോ റൈറ്റ് ആൻസർ ഈസ് 87. മറ്റു ചോദ്യം, സ്നിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു. സ്നിപ്സ് ആർ യൂസ്ഡ്, സ്നിപ്പുകൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റൽ അപ് ടു തിക്നെസ് 20 mm, 3 mm, 2 mm, 0.90 mm. സ്നിപ്പ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവും. ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് എത്രയാണ്? 20 mm, 3 mm, 2 mm, 0.9 mm. ഉത്തരം എന്താ വരിക? നമുക്കറിയാം 20 SWG ആണ്. 20 SWG. 20 SWG റേഞ്ച് ഏകദേശം 0.9 mm ആണ് കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. സോ സ്ട്രൈറ്റ് സ്നിപ്പ് അല്ലെങ്കിൽ സ്നിപ്പുകൾ പൊതുവെ നമ്മൾ ഹാൻഡ് ഷിയർ എന്നറിയപ്പെടുന്നു. സോഫ്റ്റ് ഷീറ്റ് മെറ്റലുകൾ കട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ് ടു 20 SWG ആണ്. അറൗണ്ട് 0.9 mm ആണ് അതിന്റെ തിക്നെസ് വരുന്നുണ്ടാവുക. സോ ഓർത്തിരിക്കാം. മറ്റു ചോദ്യം,
Hand lever shear. Hand lever shear is a hand operated machine used to cut sheet metal up to a thickness of dash 3 mm, 10 mm, 5 mm, 12 mm. ഓൾറെഡി നമ്മൾ കണ്ടു സ്നിപ്പ്. ഹാൻഡ് സ്നിപ്പ് കൊണ്ട് നമുക്ക് മാക്സിമം 20 SWG അല്ലെങ്കിൽ 0.9 mm. പിന്നീട് ഒരു മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ ഹാൻഡ് ലിവർ ഷിയർ എന്ന് പറയുന്ന ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള മെഷീന്റെ സഹായത്തോടു കൂടി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം തിക്നെസ് അപ് ടു 3 mm വരെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 mm വരെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഹാൻഡ് ലിവർ ഷിയർ എന്ന് പറയുന്നത്. സോ ഹാൻഡ് ലിവർ ഷിയർ ഈസ് ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ ഓഫ് തിക്നെസ് അബൌട്ട് 3 mm അല്ലെങ്കിൽ 10 SWG. 3 mm അല്ലെങ്കിൽ 10 SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ്? ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ കണ്ടാണ്. ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീം ഗ്രൂവർ ആണ് അല്ലെ. സോ ഗ്രൂവർ ആണ് ഓൾറെഡി വന്ന ചോദ്യമാണ്, റിപ്പീറ്റ് വന്നു. ഓക്കെ, വിട്ടേക്ക്. മറ്റു ചോദ്യം, ആസ് പെർ IS 1730/1989 മിനിമം നോമിനൽ തിക്നെസ് ഓഫ് ഷീറ്റ്. മിനിമം നോമിനൽ തിക്നെസ് ഓഫ് ദ ഷീറ്റ്. ഷീറ്റിന്റെ മിനിമം തിക്നെസ് എത്രയാണ്? 0.00 mm, 0.40 mm, 0.8 mm, സോറി 0.8 mm, ഓപ്ഷൻ ഡി 4.65 mm. അപ്പം സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ആസ് പെർ IS 1730 കോഡ് സ്റ്റാൻഡേർഡ് പ്രകാരം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം എത്രയാണ് മിനിമം നോമിനൽ തിക്നെസ് വരുന്നുണ്ടാവുക? ഓക്കെ, ഇപ്പോൾ അതിനകത്ത് സംശയം ഉണ്ടല്ലേ, 0.8 ആണോ 0.4 ആണോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരം എന്താ വരിക? 0.4 mm ആണ് കേട്ടോ. 0.4 mm ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോമിനൽ തിക്നെസ് ഓഫ് ഷീറ്റ് ഇൻ MM ആസ് പെർ IS 1730 1989 പ്രകാരം. ഓക്കെ, സ്റ്റാൻഡേർഡ് നോമിനൽ തിക്നെസ് ഓഫ് ഷീറ്റ് IS കോഡിനകത്ത് കൊടുത്തിരിക്കുന്നത് 0.4 mm മുതൽ 4.65 mm വരെയാണ് നോമിനൽ തിക്നെസ് ഓഫ് ഷീറ്റ് പറയുന്നത്. അപ്പൊ കോഡ് പ്രകാരമാണ്, സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആസ് പെർ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം 0.40 mm മുതൽ 4.65 mm വരെയുള്ളതാണ് കറസ്പോണ്ടിങ് തിക്നെസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം 0.80 ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് 0.40 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.65 mm ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ബി. ക്ലിയർ ആണോ അനീഷ്, ശരൺ? ക്ലിയർ അല്ലേ? ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട തിക്നെസ് 0.40 മുതൽ 4.65 വരെയാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ആസ് പെർ IS 1730 മെറ്റൽ ഫ്ലാറ്റ് ആർ ഡെസിഗ്നേറ്റഡ് as മെറ്റൽ ഫ്ലാറ്റ്സ് ആർ ഡെസിഗ്നേറ്റഡ് as ലെങ്ത് ISF തിക്നെസ്. ISF കഴിഞ്ഞിട്ട്, അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ആണ് F എന്ന് ഉദ്ദേശിക്കുന്നത്. ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്. വിഡ്ത്ത് കഴിഞ്ഞിട്ട് ISF എന്ന് പറയും, അതിനുശേഷം തിക്നെസ് പറയും ഇൻ MM. തിക്നെസ് കഴിഞ്ഞിട്ട് ISF എന്ന് പറയും, പിന്നെ വിഡ്ത്ത് എന്ന് പറയും ഇൻ MM. ഏതായിരിക്കും ഉത്തരം വരിക? ഫ്ലാറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്ലാറ്റ്, ഷീറ്റ് അതിനൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം വരിക ഓപ്ഷൻ സി, വിഡ്ത്ത്. അതിനുശേഷം ഫ്ലാറ്റ് ISF പറയുന്നുണ്ടാകും, അതിനുശേഷം തിക്നെസ് പറയുന്നുണ്ടാകും ഇൻ MM. സോ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. ഡെസിഗ്നേഷൻ ഓഫ് പ്ലേറ്റ്, ഷീറ്റ്, സ്ട്രിപ്പ്, ഫ്ലാറ്റ്, ഈ 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഡെസിഗ്നേഷൻ ഓഫ് ഷീറ്റ്, ഷീറ്റ് മെറ്റൽ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ ISSH എന്നുണ്ടാകും. ഷീറ്റിന്റെയാണ് SH എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ PL ഉണ്ടാവും. പ്ലേറ്റ് ISPL, പ്ലേറ്റ് PL. ഷീറ്റ് ആണെങ്കിൽ SH. സ്ട്രിപ്പ് ആണെന്നെങ്കിൽ ST ഉണ്ടാകും. സ്ട്രിപ്പ് ആണെങ്കിൽ ST ഉണ്ടാകും. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ F എന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അതിലൂടെ ഏതാണ് ഫ്ലാറ്റ് ആണോ, സ്ട്രിപ്പ് ആണോ, ഷീറ്റ് ആണോ, പ്ലേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഷീറ്റ് തന്നെ നോക്കിയുള്ളൂ. ആദ്യം ഷീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷീറ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ആദ്യം എങ്ങനെയാണ്? ഈ പറഞ്ഞ ISSH എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിനുശേഷം ലെങ്ത് പറയുന്നുണ്ടാകും, പിന്നീട് വിഡ്ത്ത് പറയുന്നുണ്ടാവും, പിന്നീട് തിക്നെസ് പറയുന്നുണ്ടാവും. അപ്പൊ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് അങ്ങനെയായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ISSH എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്നാൽ മാത്രമേ നമ്മൾ ഷീറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നീട് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കേ, ആദ്യം ഈ പറയുന്ന രീതിയിൽ വിഡ്ത്ത് പറയും, അതിനുശേഷം ISF എന്ന് പറയുന്ന ലെറ്റർ വരും, അതിനുശേഷം തിക്നെസ് വരും. അതാണ് ഫ്ലാറ്റ്.
ഈ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ISPL തുടക്കത്തിൽ ഉണ്ടാകും. പ്ലേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ശേഷം ലെങ്ത് വരുന്നുണ്ടാകും, പിന്നീട് വിഡ്ത്ത് വരുന്നുണ്ടാവും, പിന്നീട് തിക്നെസ് വരും. അപ്പം ഷീറ്റും പ്ലേറ്റും ഒക്കെ ഒരുപോലെ തന്നെ ഉള്ളൂ. പ്ലേറ്റും ഷീറ്റും അറിയാൻ വേണ്ടിയിട്ട് പ്ലേറ്റിന് PL കാണും, ഷീറ്റിന് SH എന്ന് കാണും. അത്രേ ഉള്ളൂ. സ്ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ISST, ഇത്തരത്തിൽ സ്ട്രിപ്പ് ആണെങ്കിൽ ST വരുന്നുണ്ടാകും. അതിനുശേഷം എന്താണ് വിഡ്ത്ത് പറയുന്നുണ്ടാകും, പിന്നീട് തിക്നെസ് പറയുന്നുണ്ടാകും. അവിടെ ലെങ്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലേറ്റ്, ഷീറ്റ്, സ്ട്രിപ്പ്, ഫ്ലാറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഡെസ്റ്റിനേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ഗേജ് നമ്പർ അവൈലബിൾ ഇൻ SWG ഇൻ ദ റേഞ്ച്. ഗേജ് നമ്പർ സംശയം നമ്മുടെ 0 to 36, 0 to 36 ഗേജ് നമ്പർ അവൈലബിൾ ഇൻ SWG 0 to 36. ഓക്കെ, ഫൈൻ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, 0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഏറ്റവും വലുതായിട്ടുള്ളത്. 0 നമ്പർ ആണ് വലുതായിട്ടുള്ളത്, അതായത് 4.65 റേഞ്ച് വരുന്നുണ്ടാകും. പിന്നീട് ഏറ്റവും അവസാനം 36 വരുന്നുണ്ട്, ഏറ്റവും ചെറുത് അല്ലെ 0.40 എന്നുള്ള റേഞ്ച് ഏകദേശം വരുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിൽ 0 to 36 റേഞ്ച് അവിടെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 37 ആണ് അവിടെ വാല്യൂസ് വരുന്നുണ്ടാവും. ടോട്ടൽ നമ്പർ 37. ഓക്കെ, ഫൈൻ. അപ്പോൾ ഓർത്തിരുന്നാൽ മതിയാകും, സ്റ്റാൻഡേർഡ് വയർ ഗേജുകൾ അല്ലെ, സ്റ്റാൻഡേർഡ് വയർ ഗേജ്. മറ്റൊരു ചോദ്യം: which of the following sheet metal are used to produce food containers? ഫുഡ് കണ്ടെയ്നറുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രവീണ എ. ടിൻ ഷീറ്റ്, GI ഷീറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ്, ലെഡ് ഷീറ്റ്. ശരൺ ഓപ്ഷൻ ആയി പറഞ്ഞു. ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ദാറ്റ് ഈസ് ടിൻ ഷീറ്റ് ആണ് ഉത്തരം. ടിൻ ഷീറ്റ് അല്ല, ഇത്തരത്തിൽ നമ്മൾ ഫുഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റാണ് ടിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഫുഡ് കണ്ടെയ്നേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ടിൻഡ് ഷീറ്റ് കേട്ടോ. ഓക്കെ, ഫൈൻ, ടിൻ ഷീറ്റ്. മറ്റൊരു ചോദ്യം: which of the following sheet metal are used in dairies, food processing, chemical plant, kitchenware, etc.? യെസ്, റൈറ്റ് ആൻസർ ആണ് സി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഡയറീസിൽ, മിൽക്ക് പ്രോസസ്സിംഗ് ഡയറീസിൽ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗിൽ, കെമിക്കൽ പ്ലാന്റുകളിൽ, കിച്ചൺ വെയറിലൊക്കെ നമ്മൾ സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മറ്റു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് മെറ്റൽ ആർ നോൺ ആസ് CRCA? CRC എന്ന് വെച്ചാൽ കോൾഡ് റോൾഡ് ക്ലോസ് അനീൽഡ് ഷീറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടിൻ ഷീറ്റ്, ഓപ്ഷൻ ബി GI ഷീറ്റ്, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ്, ഓപ്ഷൻ ഡി ബ്ലാക്ക് ആൻഡ് ഷീറ്റ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ബ്ലാക്ക് ആൻഡ് ഷീറ്റ്. അപ്പൊ ബ്ലാക്ക് ആൻഡ് ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് CRCA, അതായത് കോൾഡ് റോൾഡ് ക്ലോസ് അനീൽഡ് ആയിട്ടുള്ള ഷീറ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സോ ഹോട്ട് റോൾഡ് ഷീറ്റ് ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ് അവൈലബിൾ ആണ്, ഓർത്താൽ മതി. മറ്റൊരു ചോദ്യം: the L square is made with stainless steel, hardened steel, cast iron, both A and B. Yes, right answer ആണ്. L square is made with hardened steel. L square is made with hardened steel കേട്ടോ. both A and B അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ, ഹാർഡൻഡ് സ്റ്റീൽ. അപ്പൊ ഓർത്തുന്നാൽ മതി. സോ ദിറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ വിത്ത് ഗ്രാജുവേഷൻ മാർക്സ് ഓൺ എഡ്ജ് ഓൺ. ഓക്കെ അല്ലേ അനീഷ്? ക്ലിയർ ആയി. ഓക്കെ, ഹാർഡൻഡ് സ്റ്റീൽ അത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ട്രൈ സ്ക്വയറും ട്വിൻമാൻസ് എൽ സ്ക്വയറും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യം: വിച്ച് പഞ്ച് മാർക്ക് ഈസ് ഇന്റൻഡഡ് ഫോർ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ് ഓഫ് വിങ് കോമ്പസ്? Which punch mark is intended for correct location and seating of wing compass? Wing compass ന്റെ ഒക്കെ ലെഗ് കറക്റ്റ് ആയിട്ട് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പഞ്ച് മാർക്ക് ആണ് യൂസ് ചെയ്യുന്നത്? യെസ്, റൈറ്റ് ആൻസർ ഈസ്
60 degree dot punch. Right answer is 60 degree dot punch. സോ നമ്മുടെ ഉത്തരം 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, അതുപോലെ തന്നെ സെന്റർ പഞ്ച്, 3 പഞ്ചുകളാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രിക് പഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിയോ 60 ഡിഗ്രിയോ നമുക്ക് പ്രിക് പഞ്ച് പറയാം. 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ പോയിന്റ് ആംഗിൾ 60 ഡിഗ്രി ആണ്. പ്രധാനമായിട്ടും ഈ 60 ഡിഗ്രി പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ചിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? വിറ്റ്നസ് മാർക്കിങ്ങിന് യൂസ് ചെയ്യുന്നു. പ്രിക് പഞ്ച് എന്ന് പറഞ്ഞാൽ ഡിവൈഡറിന്റെ ഒക്കെ ലെഗുകൾ പൊസിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ ട്രാമലിന്റെ ഒക്കെ ലെഗ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോട്ട് പഞ്ച് 60 ഡിഗ്രി ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ഉത്തരം നമുക്ക് ഇത്തരത്തിൽ വിങ് കോമ്പസിന്റെ ഒക്കെ ലെഗ് കൃത്യമായിട്ട് സീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, മാലറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ. യെസ്, റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഷേപ്പ് ആൻഡ് ഡയമീറ്റർ. അല്ലെ, ക്ലിയർ ആണ്, എല്ലാവർക്കും ഓക്കെ ആണ്. മാലറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ഷേപ്പ് ആൻഡ് ഡയമീറ്റർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മാലറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ഷേപ്പ് ഓഫ് ദ ഫേസ് ആൻഡ് ഡയമീറ്റർ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ഫേസും ഡയമീറ്റർ ആണെന്നുള്ളത് മനസ്സിലായി. എന്നാൽ ഡയമീറ്റർ റേഞ്ചിലൊന്നും ഓർത്തിരിക്കാൻ 50 മുതൽ 100 mm വരെയാണ്. 50, 75, 100. 50 മുതൽ 100 mm ഡയമീറ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാലറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് ഹാർഡ് വുഡ് കൊണ്ടാണെന്നുള്ള ചോദ്യം വന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. മാലറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് വുഡ് കൊണ്ടാണ് മാലറ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക. മാലറ്റ് സ്പെസിഫൈ ചെയ്യുന്ന ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ് ആണ്. മാലറ്റ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് 50 mm മുതൽ 100 mm ഡയമീറ്റർ ആണ്. ഈ 3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ചോദ്യം വന്നിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഓർത്തിരിക്കാം മാലറ്റുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രീസിംഗ് അയൺ? ക്രീസിംഗ് അയൺ അല്ല, ക്രീസിംഗ് ഹാമർ. ക്രീസിംഗ് അയൺ സ്റ്റേക്ക് അല്ല, ക്രീസിംഗ് ഹാമറിന്റെ പർപ്പസ് എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രീസിംഗ് ഹാമർ? എന്തായിരുന്നു ക്രീസിംഗ് ഹാമറിന്റെ പർപ്പസ്? ടു ഫിനിഷ് ദ വയർഡ് എഡ്ജസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ടു ഫിനിഷ് ദ വയർഡ് എഡ്ജസ്, used to jump the rivet shank and finish the rivet head. Option C, used for hollowing operation on the metal sheet. Option D, to hammer heavy work. സംശയം വേണ്ട, ഓപ്ഷൻ എ തന്നെയാണ്. ദാറ്റ് ഈസ് ഫിനിഷ് ദ വയേർഡ് എഡ്ജസ്. വയേർഡ് എഡ്ജസ് ഫിനിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമർ ആണ് ക്രീസിംഗ് ഹാമർ. ഇത്തരത്തിൽ 2 എഡ്ജും ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊക്കെ കേളിംഗ് ചെയ്തിട്ട് വയേർഡ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ്, ഒരു ഹാമറാണ് ക്രീസിംഗ് ഹാമർ എന്ന് പറയുന്നത്. സോറി. ചോദ്യം, ഫോർ തിക്കർ മെറ്റീരിയൽ ദ ഗ്രൂവർ ഡാഷ് വൈഡർ ദാൻ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് ഈസ് യൂസ്ഡ്. ഫോർ തിക്കർ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഗ്രൂവർ ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എത്ര വൈഡർ ആയിരിക്കണം, എത്ര mm വൈഡർ ആയിരിക്കണം വിഡ്ത്ത് ഓഫ് ദ ഫോൾഡർ യൂസ്ഡ്? യെസ്, റൈറ്റ് ആൻസർ ഈസ് 3 mm. അപ്പോൾ മിനിമം ഉണ്ട്, അതുപോലെ തന്നെ തിക്കറും ഉണ്ട്. ജനറലി ആണെന്നുണ്ടെങ്കിൽ 1.5 mm വൈഡർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ്. എന്നാൽ തിക്കർ എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, തിക്കർ മെറ്റീരിയൽ എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ 3 mm ലാർജർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് യൂസ്ഡ്. അപ്പോൾ ജനറലി നമ്മൾ 1.5 mm വൈഡർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ തിക്കർ ആണെന്നുണ്ടെങ്കിൽ 3 mm ലാർജർ ആണ്. ഗ്രൂവർ 3 mm ലാർജർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം, ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് വിത്ത്. മൈൽഡ് സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീല്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് വിത്ത്. യെസ്, റൈറ്റ് ആൻസർ ആണ് കാസ്റ്റ് അയൺ ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് വിത്ത് കാസ്റ്റ് അയൺ. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേക്ക് ഹോൾഡറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബെഞ്ച് പ്ലേറ്റ്. അപ്പൊ ബെഞ്ച് പ്ലേറ്റ് അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡറുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ബെഞ്ച് പ്ലേറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ കൊണ്ടാണ്. സോ ബെഞ്ച് പ്ലേറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് ആർ ഇൻ റെക്ടാംഗുലർ ഷേപ്പ്. ഇത്തരത്തിൽ റെക്ടാംഗുലർ ഷേപ്പിൽ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ആണ്. അതിൽ കുറെ അധികം ടേപ്പേർഡ് ആയിട്ടുള്ള ഹോളുകൾ കാണാൻ സാധിക്കും. സോ ടേപ്പേർഡ് ഹോളിനകത്ത് നമുക്ക് നമ്മുടെ ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്കുകൾ, അതായത് നമ്മുടെ മറ്റ് ടൂളിന്റെ ഒക്കെ ഷാങ്ക് ഹോൾഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലേറ്റ് ആണ് ബെഞ്ച് പ്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം, when making self-secured joint or seam, it is necessary to provide material for preparation of edge and seam. The extra material is called. നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ മെറ്റീരിയൽ എന്ത് വിളിക്കുന്നു?
യെസ് ചരൺ കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ഈസ് അലവൻസ്. നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ്. കൃത്യമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എഡ്ജസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും സീം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് അലവൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി അലവൻസ് ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മിനിമം ഹെമ്മിങ് അലവൻസ് ഗിവൺ ഇൻ ഷീറ്റ് മെറ്റൽ. നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നുണ്ടാവില്ല, ഇത്തരത്തിൽ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഹെമ്മിങ് ചെയ്തില്ലേ, ഹെമ്മിങ്. അപ്പൊ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് മിനിമം ആയിട്ട് കൊടുക്കുന്ന അലവൻസ്, മിനിമം അലവൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, മിനിമം ഹെമ്മിങ് അലവൻസ് ഗിവൺ ഈസ് 4 mm. 4 mm റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി 4 mm. അപ്പൊ ശ്രദ്ധിക്കുക, മിനിമം ഹെമ്മിങ് അലവൻസ് ഗിവൺ ഇൻ ഷീറ്റ് മെറ്റൽ ഈസ് 4 mm. അപ്പൊ ഇത്തരത്തിൽ 90 ഡിഗ്രി ഫോൾഡ് ചെയ്ത് ഇത്തരത്തിൽ നമ്മൾ തിരിച്ചു വെക്കുന്നതിന് നമ്മൾ ഹെമ്മിങ് എന്ന് പറയുന്നുണ്ടാവും. സോ സിംഗിൾ ഹെം, ഒരു തവണ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഹെം. അപ്പൊ ആ സിംഗിൾ ഹെം ആയിക്കോട്ടെ, അങ്ങനെ പ്രോജക്ട് നമ്മൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് മിനിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 4 ആണ്. സാധാരണഗതിയിൽ 3 to 4 times തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആണ്. പക്ഷേ ഇത്തരത്തിൽ ചെറിയ തിക്നെസ് ആണെന്നുള്ള ഷീറ്റ് ആണെങ്കിൽ അവിടെ മിനിമം നമ്മൾ എപ്പോഴും ഒരു 4 mm നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ മിനിമം. ഓക്കെ, അപ്പൊ മിനിമം ഹെമ്മിങ് അലവൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഹാൻഡ് ഗ്രൂവർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് ആൻഡ് ആസ് യൂസ്ഡ് ഫോർ മേക്ക് എക്സ്റ്റേണൽ ലോക്കൽ ഗ്രൂവ് ജോയിന്റ്. ഹാൻഡ് ഗ്രൂവർ നമുക്ക് എന്തിനാണെന്ന് അറിയാം, എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി കാസ്റ്റ് സ്റ്റീൽ, ഓപ്ഷൻ സി റോട്ട് അയൺ, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഹാൻഡ് ഗ്രൂവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. ഹാൻഡ് ഗ്രൂവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഹാൻഡ് ഗ്രൂവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. അപ്പോൾ എന്തിനാണെന്നുള്ളത് നമുക്കറിയാലോ. ഗ്രൂവ് മെയ്ഡ് അപ്പ് ഓഫ് ബോട്ടം ഓഫ് ദ ടൂൾ ടു റിക്വയർഡ് വിഡ്ത്ത് ആൻഡ് ഡെപ്ത്. ഈ ഒരു രീതിയിൽ വിഡ്ത്തും ഡെപ്തും ഒക്കെ ഉണ്ടാവും. സാധാരണ നമ്മളിവിടെ ആ ഒരു സൈസ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ ഫൈൻ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മിനിമം വാല്യൂ ഓഫ് അലവൻസ് ഫോർ ഗ്രൂവ്ഡ് സീം ജോയിന്റ്. The minimum value of allowance for grooved seam joint. W plus 3T, W plus 6T, W minus 3T, W minus 6T. Yes, right answer is W plus 3T. Minimum value of allowance for grooved seam joint is W plus 3T. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്, ഗ്രൂവ്ഡ് ജോയിന്റ്. സോ അതിൽ നോക്കി ആ ഒരു അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് W അറിയാം, W പ്ലസ് ഇവിടെ ഒരു T ഉണ്ട്, ഇവിടെ ഒരു T ഉണ്ട്, ഇവിടെ ഒരു T ഉണ്ട്. അപ്പോൾ W plus 3 times T ആണ് നമ്മളുടെ ആ ഒരു അലവൻസ് വരുന്നുണ്ടാവുക. സോ W plus 3 times T, W plus 3T ആണ് ഗ്രൂവ്ഡ് ജോയിന്റിന്റെ അലവൻസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, അലവൻസ് ഗിവൺ ഫോർ പാൻ ഡൗൺ ജോയിന്റ്. പാൻ ഡൗൺ ജോയിന്റ്, അലവൻസ് ഗിവൺ ഫോർ പാൻ ഡൗൺ ജോയിന്റ്. 2W plus 3T, 2W plus 2T, 3W plus 3T, 6W plus 6T. യെസ്, പാൻ ഡൗൺ ജോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ജോയിന്റ് ആണ് നോക്ക്ഡ് അപ്പ് ജോയിന്റ്. അതൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. യെസ്, പാൻ ഡൗൺ ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് യെസ് റൈറ്റ് ആൻസർ ആണ് 2W plus 2T ആണ് നമ്മുടെ ഉത്തരം. 2W plus 2T ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ രണ്ട് ജോയിന്റുകളാണ് പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പാൻ ഡൗണും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് രണ്ട് നോക്ക്ഡ് അപ്പും ഉണ്ട്. പാൻ ഡൗൺ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്, പാൻ ഡൗൺ. പാൻ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ 2W plus 2T ആണ് ഉത്തരമായിട്ട് വരിക. എന്നാൽ നോക്ക്ഡ് അപ്പ് ജോയിന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്, ദാറ്റ് ഈസ് 2W plus 3T ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. 3W plus 2W plus 3T ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ജോയിന്റുമായി ബന്ധപ്പെട്ട് അലവൻസ് എന്താണ്, അലവൻസ് അതുപോലെ തന്നെ ജോയിന്റിലുള്ള അലവൻസ് എത്രയൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ. ഓക്കെ ഫൈൻ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Operation in which sheet metal in which several uniformly spaced holes are punched. Several uniformly spaced holes are punched. For example, ഇത്തരത്തിലുള്ള കുറേയധികം ഹോളുകൾ ഇങ്ങനെ പഞ്ച് ചെയ്ത് വെക്കുന്നു അല്ലേ. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഓപ്ഷൻ ബി പെർഫറേറ്റിംഗ്. ഓപ്ഷൻ ബി പെർഫറേറ്റിംഗ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പെർഫറേറ്റിംഗ്. ഓക്കെ, അപ്പോൾ പെർഫറേറ്റിംഗ് നമ്മൾ ഇത്തരത്തിൽ കാണാറുണ്ടല്ലേ, ഇത്തരത്തിൽ ഹോളുകൾ യൂണിഫോം ആയിട്ട് ചെയ്യുന്ന പ്രോസസ്, പഞ്ച് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, ഹൗ മെനി ടൈപ്പ് ഓഫ് ഡൗട്ടൈൽ സീം ആർ ഇൻ ജോയിന്റ്. ഇത്തരത്തിൽ ഷീറ്റ് മെറ്റൽ ജോയിന്റിനകത്ത് എത്ര ഡൗട്ടൈൽ സീമുകളുണ്ട്? 2, 3, 4, 5. യെസ്, ഡൗട്ടൈൽ സീമുകൾ പ്രധാനമായിട്ടും നമുക്ക് ഷീറ്റ് മെറ്റൽ ജോയിന്റിൽ 3 ആണ് ഉള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
3 ജോയിന്റുകളാണ്. പ്ലെയിൻ ഡൗട്ടെയിൽ ഉണ്ട്, ബീഡഡ് ഡൗട്ടെയിൽ ഉണ്ട്, ഫ്ലാഞ്ചഡ് ഡൗട്ടെയിൽ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഡൗട്ടെയിലുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. സോ ഓപ്ഷൻ ബി 3 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് സീം are used mainly on round elliptical pipe and are rarely on rectangular duct? Okay, which type of seam mainly used on round or elliptical pipe and rarely on rectangular duct? കുറച്ച് കൺഫ്യൂസിംഗ് ആണോ അത്? ഡക്റ്റുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പിറ്റ്സ്ബർഗാണ്. കോമൺ ആയിട്ട് ഡക്റ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് പിറ്റ്സ്ബർഗാണ്. എന്നാൽ റൗണ്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പൈപ്പ് കൊടുക്കുന്ന ഏതായിരിക്കും? റയർലി ഓൺ റെക്ടാങ്കുലർ ഡക്റ്റ് ആണ്. റയർലി കൊടുക്കുന്നുള്ളൂ ഡക്റ്റുകളിൽ. മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക റൗണ്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പൈപ്പുകളിലാണ് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താ വരിക? ഓക്കെ, ഉത്തരം വരിക ഡൗട്ടെയിൽ സീം ആണ്. ഡൗട്ടെയിൽ സീം. സോ പിറ്റ്സ്ബർഗ് അല്ല, ഡൗട്ടെയിൽ സീം ആണ് കേട്ടോ. പിറ്റ്സ്ബർഗ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക ഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ റൗണ്ട് എലിപ്റ്റിക്കൽ പൈപ്പുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ഡൗട്ടെയിൽ സീം ആണ്. ഡൗട്ടെയിൽ സീം. ഓക്കെ, പിറ്റ്സ്ബർഗ് സീം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡക്ട് വർക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സീമാണ് പിറ്റ്സ്ബർഗ്. ഇത് റെയർലി ഓൺ റെക്ടാങ്കുലർ ഡക്ട്, വളരെ റെയർ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡൗട്ടെയിൽ സീം ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം. പ്രസ് ബ്രേക്ക് ആർ ഡിസൈൻഡ് ടു ബെൻഡ് ടു എ റേറ്റഡ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡൈ റേഷ്യോ. പ്രസ് ബ്രേക്കിലെ ഡൈ റേഷ്യോ എത്രയാണ്? സ്റ്റാൻഡേർഡ്. അത്രയേ ഉള്ളൂ ചോദ്യം. പ്രസ് ബ്രേക്കുകളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈ റേഷ്യോ എത്രയാണ്? ദാറ്റ് ഈസ് ബ്രേക്ക് ബെൻഡിങ് മെഷീൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ബെൻഡിങ് മെഷീൻ എന്നുള്ള എടുത്ത ഒരു സിലബസിൽ പറയുന്നുണ്ട്. ബെൻഡിങ് മെഷീനുമായി ബന്ധപ്പെട്ട് പ്രസ് ബ്രേക്കുകളുണ്ട്. പ്രസ് ബ്രേക്കുകളുടെ സ്റ്റാൻഡേർഡ് ഡൈ റേഷ്യോ എത്രയാണ്? ഓപ്ഷൻ എ 5:1, ഓപ്ഷൻ ബി 8:1, ഓപ്ഷൻ സി 2:1, ഓപ്ഷൻ ഡി 3:1. സ്റ്റാൻഡേർഡ് പ്രസ് ബ്രേക്കുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡൈ റേഷ്യോ ദാറ്റ് ഈസ് 8:1 ആണ് കേട്ടോ. 8:1 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. 8:1 ആണ്. അപ്പൊ ഡൈ റേഷ്യോ ഫോർ സ്റ്റാൻഡേർഡ് പ്രസ് ബ്രേക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 8:1 ആണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദാറ്റ് മീൻസ് ഡൈ ഓപ്പണിംഗ് ഷുഡ് ബി 8 times the thickness of metal sheet. ഇത്തരത്തിൽ ഡൈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 8 മടങ്ങായിരിക്കണം. ആ ഒരു ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 8 മടങ്ങായിരിക്കണം അതിന്റെ ഡൈ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ആ ഡൈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡൈ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8:1 എന്നുള്ള റേഷ്യോ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ബെൻഡിങ് മെഷീനുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റാൻഡേർഡ് ഡൈ റേഷ്യോ 8:1. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഡൈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 8 മടങ്ങായിരിക്കും, തിക്നെസിന്റെ 8 മടങ്ങായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഡൈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈ റേഷ്യോ എന്ന് ചോദിച്ചാൽ ഉത്തരം നോക്കുക 8:1 ഉണ്ടോ നോക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. മറ്റൊരു ചോദ്യം. ഹാഫ് മൂൺ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഹാഫ് മൂൺ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദിസ് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് വെൻ ഷേപ്പിംഗ് സീമിംഗ് ഫണൽ ആൻഡ് ടേപ്പേർഡ് സർക്കിൾ. കറക്റ്റ് ആണോ? ഹാഫ് മൂൺ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല അല്ലെ. ഇത്തരത്തിൽ ഷേപ്പിംഗ് ആൻഡ് സീമിംഗ് ഫണൽ ടേപ്പേർഡ് ആർട്ടിക്കിൾസ് അല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ്. കറക്റ്റ് ആണ്. ഇറ്റ് ഹാസ് 2 ഹോൺസ്. അങ്ങനെ 2 ഹോണുകളൊന്നും ഇല്ല. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. ഓൺലി 2 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ യൂസ്ഡ് അപ്പ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്. മെറ്റൽ ഡിസ്കിൽ ആ ഒരു ഫ്ലാഞ്ചസ് ഒക്കെ ടേൺ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കാറുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യം. ട്രാമലുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാൽ തന്നെ ഇവിടെ വിങ് കോമ്പസും വരുന്നുണ്ട്. ട്രാമൽ അല്ലെങ്കിൽ വിങ് കോമ്പസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ആ സർക്കിൾ, ആർക്ക് ഓർ ട്രാൻസ്ഫോമിംഗ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. അത് കറക്റ്റ് ആണ്. ഈസ് അനദർ നെയിം ഓഫ് ബീം കോമ്പസ്. ബീം കോമ്പസിന്റെ മറ്റൊരു പേരാണ് ട്രാമൽ. കറക്റ്റ് ആണ്. യെസ്, ദിസ് ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ റിവറ്റ് ടു സൈസ് ഈസ് ബീം കോമ്പസ്. കറക്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ, 50 മുതൽ 200 mm എന്നുള്ളത് നമ്മൾ കണ്ടു. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദി അബവ് ആണ് ഉത്തരമായിട്ട് വരിക. ഓൾ ഓഫ് ദി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പൊ ഇതെല്ലാം
നമ്മുടെ ട്രാമൽ അല്ലെങ്കിൽ വിങ് കോമ്പസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് എ നെയിം ഓഫ് ഓപ്പറേഷൻ ബൈ വിച്ച് റിമൂവിംഗ് എക്സസ് മെറ്റൽ in required size from the edges of the sheet to form desired job in correct size and shape. ആ ഒരു ഷീറ്റിന്റെ എഡ്ജിൽ നിന്നും നമ്മൾ മെറ്റൽ റിമൂവ് ചെയ്യുന്നു, എഡ്ജിൽ നിന്നും മെറ്റൽ റിമൂവ് ചെയ്യുന്നു, എഡ്ജിൽ നിന്നും മെറ്റൽ റിമൂവ് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ ഏതാണ്? ഏതായിരിക്കും? എഡ്ജിൽ നിന്നും മെറ്റൽ റിമൂവ് ചെയ്യുന്ന ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കുക. റിക്വയർഡ് സൈസ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ ഷീറ്റ് ടു ഫോം ഡിസൈഡ് ജോബ് ഇൻ കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് നോച്ചിങ്. റൈറ്റ് ആൻസർ ഈസ് നോച്ചിങ്. ഇപ്പൊ നോച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ യെസ് ബിനീഷ്, സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസും വരുന്നുണ്ട് അവിടെ. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ട്രാമലിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. കാര്യം ട്രാമലിനകത്ത് ലാർജ് ഡിസ്റ്റൻസ് ആയിരിക്കും സ്റ്റെപ്പിംഗ് ഓഫ് ചെയ്യുന്നുണ്ടാവുക, ലാർജ് ഡിസ്റ്റൻസ് ആയിരിക്കും സ്റ്റെപ്പിംഗ് ഓഫ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ലാർജ് ഡിസ്റ്റൻസ് അപ്പോൾ നമുക്ക് ഡിവൈഡർ കൊണ്ട് നമുക്ക് സാധാരണ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ സ്റ്റെപ്പിംഗ് ഓഫ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇത്ര ഡിസ്റ്റൻസ്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇത്ര ഡിസ്റ്റൻസ്, അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാർജ് ഡിസ്റ്റൻസ് സ്റ്റെപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ 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 ബിനീഷ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മറ്റൊരു ചോദ്യം, the name of power press operation ആണ് in which flat components are produced. Flat components produce ചെയ്തു from the sheet metal. Here the metal cutout is required component. അല്ലെ, കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഫ്ലാറ്റ് കമ്പോണന്റ് എന്ന ഒരു സാധനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, ഇത്തരത്തിലുള്ള മാറ്റിയിരിക്കേണ്ടത്. ഇതാണ് നമ്മൾ മാറ്റിയത്. ഈ മാറ്റിയ സാധനം അല്ലെ, മെറ്റൽ കട്ടൗട്ട് ഈസ് റിക്വയർഡ്. ഈ മാറ്റിയ സാധനമാണ് നമുക്ക് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? പുറത്തേക്ക് വരുന്ന കട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാധനം. ആ ഷീറ്റ് വിത്ത് കട്ട് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പാ. അപ്പൊ എന്തായിരിക്കും? ഏത് ഓപ്പറേഷൻ ആയിരിക്കും? യെസ്, ബ്ലാങ്കിങ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ബ്ലാങ്കിങ്. അപ്പൊ ഇത് ഷീറ്റ് സ്ക്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഷീറ്റ് വിത്ത് ഹോൾ സ്ക്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലാങ്കിങ് എന്ന് വിളിക്കുന്നു. തിരിച്ച് നമുക്ക് എന്താ, ഈ പറഞ്ഞ പുറത്തേക്ക് വരുന്ന സാധനമാണ് സ്ക്രാപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന വരെ പിയേഴ്സിംഗ് എന്ന് വിളിക്കും, അല്ലെ, പഞ്ചിങ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഓർത്തിരുന്നാൽ മതി, ബ്ലാങ്കിങ്ങും പഞ്ചിങ്ങും ഒക്കെ ഓർത്തിരിക്കേണ്ടതാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, which among the following power press operation used to produce shallow relief design on flat sheet? Shallow relief design on the flat sheet metal component, mainly using for producing impressions of figures, അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഡിസൈൻ എക്സെട്ര. ഇംപ്രഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഷാലോ റിലീഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിംഗ് അല്ല, നിബ്ലിംഗ് അല്ല, ട്രിമ്മിംഗ് അല്ല. ഓപ്ഷൻ ഡി എംബോസിംഗ്. ഓപ്ഷൻ ഡി ആണ് എംബോസിംഗ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. എംബോസിംഗ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ട്രിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിനാണ് ട്രിമ്മിംഗ്. ഇത്തരത്തിലുള്ള പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ ട്രിമ്മിംഗ് എന്ന് പറയുന്നു. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നതിനാണ് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിൽ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പോർഷനിലൂടെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനാണ് നിബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നിബ്ലിംഗ്. ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് വിത്ത് റിലേറ്റഡ് ടു പവർ പ്രസ് ഓപ്പറേഷൻ? പവർ പ്രസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലാറ്റ് ഷീറ്റ് മെറ്റൽ blank, producing cup shaped article from the flat sheet metal blank, straightening the curved or bend on sheet metal part. Option D, bending sheet metal to sharp angles. Right answer ആണ് എന്താണ്? സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ബി തന്നെയാണ്. പ്രൊഡ്യൂസിങ് കപ്പ് ഷേപ്ഡ് പാർട്ടിക്കിൾ ഓർ ആർട്ടിക്കിൾസ് ഫ്രം ഫ്ലാറ്റ് ഷീറ്റ് മെറ്റൽ ബ്ലാങ്ക്. അല്ലെ, ഫ്ലാറ്റ് ഷീറ്റിൽ നിന്ന് നമ്മൾ കപ്പ് ഷേപ്ഡ് പാർട്ടിക്കിൾ അല്ല ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്. സംശയമൊന്നും വേണ്ട, ഡ്രോയിങ്. മറ്റൊരു ചോദ്യം, വിച്ച് മെത്തേഡ് ഓഫ് പ്രോസസിംഗ് ഈസ് മെയിൻലി യൂസിംഗ് ടു മേക്ക് എ സീംലെസ് ഒബ്ജക്ട്? സീംലെസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള ഒബ്ജക്ട് കിട്ടാൻ വേണ്ടി ഏത് പ്രോസസ് യൂസ് ചെയ്യുന്നു? യെസ്, നമ്മൾ ലേത്തിനകത്തൊക്കെ പഠിച്ച പ്രോസസ് തന്നെയാണ് സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്. സ്പിന്നിങ് അല്ലെ, സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മുടെ മിസൈൽസിന്റെ ഒക്കെ ഡോം ഷേപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വെസൽസുകൾ, പാത്രങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. ഒരു മെറ്റൽ റിമൂവൽ പ്രോസസ് അല്ല, മെറ്റൽ ഫോമിംഗ് പ്രോസസ് ആണ്. അവിടെ എന്താണ് സീംലെസ്, ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള, ജോയിന്റ് ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, നെയിം ദ ബെൻഡിങ് ഓപ്പറേഷൻ ഇൻ വിച്ച് എഡ്ജ് of an article is formed into shape of roll for solid wiring or hollow wiring purpose. ഇത്തരത്തിൽ ആ ഒരു ഷീറ്റിന്റെ എഡ്ജ് വന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ അകത്തോട്ട് വെക്കും. ഇതിനെന്താ വിളിക്കുക?
അതിനകത്തൂടെ നമുക്ക് വയറോ അല്ലെങ്കിൽ ഹോളോ വയറോ അല്ലെങ്കിൽ സോളിഡ് വയറോ ഒക്കെ കടത്തിവിടാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് കേളിംഗ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് കേളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ കേളിംഗ് പ്രോസസ് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വാട്ട് വിൽ ബി ദ അലൗവൻസ് ഓഫ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം if available width of the hand groover is 6.5 mm, sheet metal having a thickness 0.5 mm. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അലൗഡ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീമുമായി ബന്ധപ്പെട്ട് നമുക്ക് അലവൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അലവൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ഗ്രൂവർ ദാറ്റ് ഈസ് width of hand groover that is 6.5 mm minus 3 times thickness of the sheet നോക്കുക. 3 times thickness of the sheet നോക്കുക. സോ ഉത്തരം എന്താ പറയുക, 6.5 നിന്നും 1.5 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉത്തരം കിട്ടുക? ദാറ്റ് ഈസ് ഓപ്ഷൻ എ 5 mm. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോക്ക്ഡ് ഗ്രൂവ് സീമിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ദാറ്റ് ഈസ് അലവൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഗ്രൂവറിന്റെ ആ ഒരു സൈസ് വന്നിട്ടുണ്ട് 6.5 mm ആണ്. വിഡ്ത്ത് ഓഫ് ഹാൻഡ് ഗ്രൂവർ 6.5 mm, ഷീറ്റ് മെറ്റൽ തിക്നെസ് 0.5 mm ആണെന്നുണ്ടെങ്കിൽ that is width, that is w minus 3 times sorry, w minus 3 times t ആണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഉത്തരം 5 mm ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, the capacity of medium duty press brake the capacity of medium duty press brake, മീഡിയം അതായത് ബെൻഡിങ് മെഷീനുമായി ബന്ധപ്പെട്ട് അതിന്റെ കപ്പാസിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കപ്പാസിറ്റി ഓഫ് മീഡിയം ഡ്യൂട്ടി പ്രസ് ബ്രേക്ക് എന്താണ്? ബിറ്റ്വീൻ 75 to 150, ബിറ്റ്വീൻ 150 to 500, ബിറ്റ്വീൻ 25 to 75, ബിറ്റ്വീൻ 50 to 100. യെസ്, റൈറ്റ് ആൻസർ ആണ് 70 to 150 mm ടൺ ആണ്. 70 to 150 mm ടണ്ണിനെയാണ് നമ്മൾ മീഡിയം ഡ്യൂട്ടി പ്രസ് ബ്രേക്ക് എന്ന് പറയുന്നത്. മീഡിയം ഡ്യൂട്ടി പ്രസ് ബ്രേക്ക്. അപ്പോൾ പ്രധാനമായിട്ടും മീഡിയം ഡ്യൂട്ടി, ലൈറ്റ് ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 25 മുതൽ 75 ടൺ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടി, 75 മുതൽ 150 ടൺ ആണെങ്കിൽ മീഡിയം ഡ്യൂട്ടി, 150 മുതൽ 500 ടൺ ആണെങ്കിൽ അത് ഹെവി ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 25, 75, 75, 150, 150 മുതൽ 500 ഹെവി ആണെന്ന് ഓർത്തിരിക്കുക. 75 മുതൽ 150 ആണ് മീഡിയം എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇൻ ഗാൽവനൈസേഷൻ പ്രോസസ് ദ തിക്നെസ് ഓഫ് കോട്ടിംഗ്, നമ്മൾ GI ഷീറ്റ് പറയാറുണ്ടല്ലേ, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. അതിനകത്ത് നമ്മൾ ഗാൽവനൈസേഷൻ പ്രോസസ്സിനകത്ത് എത്ര തിക്നെസ്സിലാണ് നമ്മൾ ആ ഒരു ഗാൽവനൈസിങ് കോട്ടിംഗ് കൊടുക്കുന്നത്? ഗാൽവനൈസിംഗ് എന്ന് പറയുമ്പോൾ സിങ്ക് കോട്ടിംഗ് ആണ്. സിങ്ക് കോട്ടിംഗ് ആണ് കൊടുക്കുക. എത്ര തിക്നെസ്സിലാണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. എത്ര തിക്നെസ്സിലാണ് കൊടുക്കുക? യെസ്, റൈറ്റ് ആൻസർ ഈസ് 0.002 ഇഞ്ച്. 0.002 ഇഞ്ച് ആണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള തിക്നെസ്. അപ്പോൾ നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ അയൺ ഷീറ്റിനകത്ത് സിങ്ക് കോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് റസ്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. എത്രത്തോളം തിക്നെസ്സിലാണ് കോട്ടിംഗ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 0.002 ഇഞ്ചസിലാണ് നമ്മൾ അത്രയും തിക്നെസ്സിലായിരിക്കും അവിടെ കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവുക. സോ a thin sheet of corrosion resisting metal, a thin sheet of corrosion resisting metal is placed on the steel to protect is known as. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഷീറ്റ് ഉണ്ട്, ഷീറ്റിന്റെ മുകളിൽ എന്താണ് വളരെ തിന്നായിട്ടുള്ള മറ്റൊരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യാണ്. അതെന്താ വിളിക്കുക? ഓപ്ഷൻ എ ഷെർഡൈസിങ്, ഓപ്ഷൻ ബി ആനോഡൈസിങ്, ഓപ്ഷൻ സി മെറ്റലൈസിങ്, ഓപ്ഷൻ ഡി ക്ലാഡിങ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ക്ലാഡിങ്. അല്ലെ, നമുക്ക് വേണ്ടുന്ന ഷീറ്റിന് മുകളിൽ മറ്റൊരു പ്രിവെന്റീവ് കോട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ഷീറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മൊത്തത്തിൽ കവർ ചെയ്യുകയാണ്. സോ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അല്ലെ, ഇത്തരത്തിൽ അൽ ക്ലാഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇത്തരത്തിൽ ഡുറാലുമിന്റെ മുകളിലായിട്ട് അലുമിനിയം ക്ലാഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു അലോയെ വിളിക്കുന്ന പേരാണ് അൽ ക്ലാഡ് എന്ന് പറയുന്നുണ്ട്. സോ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ടോട്ടലി എന്താണ്, അതിന് മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യുക, ലെയർ മറ്റൊരു ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഷെർഡൈസിംഗ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഷെർഡൈസിംഗ് എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഗാൽവനൈസിംഗിന്റെ മറ്റൊരു പ്രോസസ്സ് തന്നെയാണ് ഷെർഡൈസിംഗ് എന്ന് പറയുന്നത്. സോ ഷെർഡൈസിംഗ് അവിടെ എന്ത് തന്നെയാണ് കോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഷെർഡൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലും എന്ത് കോട്ടിംഗ് ആണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിങ്ക് കോട്ടിംഗ് തന്നെയാണ്. ഓക്കെ, സിങ്ക് കോട്ടിംഗ് തന്നെയാണ് ഷെർഡൈസിംഗ്. മറ്റൊന്നെല്ലാം മെറ്റലൈസിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് കോട്ടിംഗ് കൊടുക്കുന്നതിനാണ് മെറ്റലൈസിംഗ് എന്ന് പറയുന്നത്. ആനോഡൈസിംഗ് മറ്റൊരു എന്താണ് പ്രിവെന്റിംഗ് മെത്തേഡാണ് ആനോഡൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 7-8 മൊഡ്യൂളുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഈവനിങ് ആയിരിക്കും, നെക്സ്റ്റ് ക്ലാസ് ഈവനിങ് ആയിരിക്കും. ടൈം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണേ. ഓക്കെ, 8 o'clock നൈറ്റ് 8 o'clock ആയിരിക്കും ക്ലാസ്. താങ്ക് യു.